പുതിയത് മാർക്കറ്റിൽ വന്നിട്ടുള്ള ക്രഷ് മെറ്റീരിയൽ 52 സൈസിന്റെ ഡബിൾ ഷെയ്ഡിൽ നല്ല സ്റ്റാൻഡേർഡ് പ്രീമിയം ടൈപ്പ് മെറ്റീരിയൽ ആണ്. നല്ല കൂടിയ ഇവിടെ കൊള്ളാം, നല്ല സെലക്ഷനുമാണ്. അത്യാവശ്യം നമുക്ക് പറ്റിയ റേറ്റിനൊക്കെ സാധനങ്ങൾ കിട്ടും. സർപ്ലസ് മെറ്റീരിയൽ നല്ല ഫാസ്റ്റ് ആണ്. ഇത് വില കുറവുള്ള സെക്ഷൻ എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റേറ്റ് ഒക്കെ ഭയങ്കര നമുക്ക് പറയണമെന്നുണ്ട്. പക്ഷെ ഇത് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ, വിത്ത് പാച്ച് വർക്കോട് കൂടി. ഇത് നല്ല ലിനൻ മെറ്റീരിയൽ ടൈപ്പ്, നല്ല തോത് റേഞ്ച്. ക്രിസ്മസിന് ഗൗൺ ഇട്ട് തിളങ്ങട്ടെ. ജീൻസ് ഡെനിമിന്റെ ജീൻസ് ഷിമ്മറിൽ നല്ല പ്രിന്റ് ആയിട്ടുണ്ട് അല്ലേ ചാച്ചു, നീ എവിടെ പോയാലും ഉണ്ടല്ലോ. അടിപൊളി കളക്ഷൻസ് ക്രോപ്പ് ടോപ്പില്. ഇത് ഹാൻഡ് വർക്ക് ഫീഡിംഗ് ആണ്, വെർട്ടിക്കൽ ആണ് ഈ മെറ്റീരിയലിന്റെ പേര്. യോക്കിൽ ഇങ്ങനെ ഒരു താറിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പോപ്കോണില് ഭയങ്കര ഫാസ്റ്റ് ആണ്, നല്ല നന്നായിട്ട് പോണ സാധനങ്ങളാണ്. ഇത് വൂളിന്റെ ഐറ്റം ആണ്. ഇതിൽ തന്നെ 2-3 ടൈപ്പ് മോഡൽ വരുന്നുണ്ട്. അംഗ്രക്ക സ്റ്റൈലില് പക്ക കോട്ടന്റെ മെറ്റീരിയൽ, ബിഗ് സൈസിന്റെ കുർത്തി, സ്ലീവ്ലെസ്സില് ഫാസ്റ്റ് ആയിട്ട് പോണ മെറ്റീരിയൽ ആണ്. ഇത് 6XL ആണ്. ജംസൂട്ട് ആണ്. വേറെ അതിന്റെ മോഡൽ മിലിറ്ററി. ഇത് കിഡ്സിന്റെ ഇത് 2 പീസ് ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ സൂപ്പർ ആയിട്ട്. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലെ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് കിട്ടുന്ന സ്ഥലം. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ജനിച്ച തൊട്ട് നമുക്ക് പിന്നെ ടീനേജ് ആയി, പിന്നെ വലിയ കുട്ടികളായി. വലിയ കുട്ടികൾ പറഞ്ഞാൽ എൻ്റെ പോലത്തെ കുട്ടികൾ കേട്ടോ, കുട്ടിയൊന്നല്ല എന്നുവെച്ചാൽ ആ ഒരു ഏജ് വരെയൊക്കെയുള്ള നമുക്ക് എല്ലാ തരം കളക്ഷൻസ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം എക്സാക്ട് ലൊക്കേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്രസ് ക്ലബ് റോഡിലാണ്. അപ്പോൾ പ്രസ് ക്ലബ് റോഡ് വഴിക്ക് ഇങ്ങനെ മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് CSB ബാങ്കിന്റെ തൊട്ട് അടുത്തുള്ള MNF ആർക്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങിലാണ് നമ്മളിന്ന് പോകണം. അപ്പോൾ ജനിച്ച കുട്ടികൾ എന്ന് വെച്ചാൽ കിഡ്സിന്റെ ഐറ്റംസ്, അതുപോലെ ടീനേജ്, അതുപോലെ തന്നെ വലിയ ലേഡീസിന്റെ കുർത്തീസ്, 2 പീസ് 3 പീസ് സെറ്റ്സ്, റെഗുലർ ഐറ്റംസ്, വെസ്റ്റേൺ വെയർസ്, അങ്ങനെ എല്ലാ തരം വെറൈറ്റി കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് ഇന്ന് നമ്മൾ പോണത്. നമ്മുടെ ബുക്കേരെ കടയിലേക്ക് വരൂ. MNF ആർക്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങിന്റെ താഴത്ത് നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. അതാ കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ വരുന്നത്. അപ്പൊ ഈ പാർക്കിംഗ് ഏരിയയുടെ തൊട്ട് ഇപ്പുറത്തുള്ള വഴി കൂടെ പോണത്. അപ്പൊ ശരിക്കും ഷോപ്പിന്റെ പേര് വരുന്നത് ടോപ്പ് കളക്ഷൻസ്. പക്ഷെ എല്ലാവരും പറയുന്നത് എന്താ, നമ്മുടെ ആ ബുക്കേരെ കട എന്നാ പറയുന്നത്. അപ്പൊ ഈ പാർക്കിങ്ങിന്റെ സൈഡ് വഴി കൂടെ ഇങ്ങനെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഷോപ്പാണ് കേട്ടോ. അവിടെ നല്ല അടിപൊളി ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളുടെയും അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഐറ്റംസ്, അതിൽ റെഗുലർ വെയർ, 2 പീസ് 3 പീസ്, ടീനേജുകാർക്കുള്ളത്, വെസ്റ്റേൺ വെയർസ്, ജീൻസിൻ്റെ എല്ലാം തരം വെറൈറ്റീസ്. അപ്പോൾ അവർക്ക് 2 ഷോപ്പായിട്ടുള്ളത്. ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഷോപ്പും അതേപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ഷോപ്പും. ഈ കാണുന്ന ഷോപ്പ് എന്ന് പറയുമ്പോൾ കിഡ്സ് വെയറുടെ ഐറ്റംസ്, അതൊക്കെ നമുക്ക് എന്തായാലും കാണാം. പക്ഷെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ലേഡീസിൻ്റെ ഐറ്റംസ്. അത് കഴിഞ്ഞിട്ട് മതി കിഡ്സിൻ്റെ ഒക്കെ കാണിച്ചത്. പിന്നെ ടീനേജേഴ്സ് ഒക്കെ നല്ല വെറൈറ്റീസ് ഒക്കെ ഇരിക്കുന്നത്. എന്നാലും കയറി നോക്കാം, നമുക്ക് വരും കയറാം. നമുക്ക് എന്തായാലും അബുക്കരെ കട എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അബുക്ക എന്ന് പറഞ്ഞ ആളെന്ന് കണ്ട. ഹലോ, അബുക്ക എവിടെയാ? ദേരിക്കലോ അബുക്കെ, ഞാൻ ആദ്യമായിട്ട് കാണാം അബുക്കെ. എന്തായാലും ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഒരുമിച്ച് കണ്ട. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങ്. നമുക്ക് ഇപ്പൊ മുതലാളി ചമ്മഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്ക് കളക്ഷൻസ് കാണിക്കാം. ഞാൻ ഈ മൈക്കൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന കട മാത്രമാണോ നിങ്ങളുടെ? ഇത്രേ ഉള്ളൂ? പിന്നെ 4 ഫ്ലോർ ആയിട്ടാണ്. അങ്ങനെ പറയേ, ഇത് മൊത്തം 4 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗ്. ആ ഫ്രണ്ടിൽ കാണുമ്പോൾ ചെറിയൊരു കടയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ചെറിയ കടയൊന്നും അല്ല കേട്ടോ, 4 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗിൽ നിറയെ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതും സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്തായാലും അവരോട് ചോദിച്ചിട്ടുള്ള കാര്യമുള്ളൂ. വരച്ച വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്തായാലും കസ്റ്റമർ അല്ലേ? അപ്പോൾ സമാധാനം ഉണ്ട്. ഒരു റിവ്യൂ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും കളക്ഷൻസ് തുടങ്ങാം. എത്ര നാളായി ഇപ്പൊ ഇവിടുന്ന്? ഞാൻ 1 ഇയർ ആയിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം. എവിടെ സ്ഥലം? ഞാൻ ചെമ്പുമുക്ക്. ഓക്കെ, എങ്ങനെയുണ്ട് കളക്ഷൻസ്? ഇവിടുന്ന് ഒരു കൊല്ലമായിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റേറ്റ് വൈസും അതുപോലെ എങ്ങനെയാണ്? പ്രൈസ് ആണ്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്. പിന്നെ ഇവര് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പ് വഴി. അപ്പം നമുക്ക് പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ അപ്ഡേഷൻ കിട്ടുന്നതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, ഷോപ്പിന്റെ പേര് നോറ കളക്ഷൻസ്. അത് റീറ്റെയിൽ ആയതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് ചോദിച്ചത്. അത് കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ് സംഭവം അത് പിന്നീട് പറഞ്ഞുതരാം. ഇത് വേറൊരു കസ്റ്റമർ ആണെങ്കിൽ കൂടെ ഉള്ളതാണ്, വേറെയാണ്. അപ്പൊ അങ്ങോട്ട് പോട്ടെ. എന്താ പേര്? അനീഷ്. സ്ഥലം പള്ളുരുത്തി. അതിവിടെ അടുത്ത് തന്നെയല്ലേ? ഷോപ്പിന്റെ പേര് ജസ്റ്റ് എനിക്ക് വയ്യ. ജസ്റ്റ് ലുക്ക് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ലുക്ക് കൂടുതൽ കുർത്തീസ്, അങ്ങനത്തെ വെസ്റ്റേൺ വെയർസ് തോന്നുന്നു. ഇവിടെ കിട്ടും, നിങ്ങളുടെ അവിടെ കിട്ടുന്നതോ അതേ തന്നെ? എല്ലാം കിട്ടും. ഇവിടെ കിട്ടുന്നതൊക്കെ അവിടെയും കിട്ടും. റേറ്റ് വൈസ് എങ്ങനെ? നല്ല തോതാണ്, നല്ല തോത് റേഞ്ച്. എനിക്ക് പുതിയൊരു ഭാഷ കിട്ടിയ നല്ല അടിപൊളി കളക്ഷൻ. മാക്സിമം കസ്റ്റമറിന് റീസണബിൾ റേറ്റിൽ കൊടുക്കാൻ പറ്റും. അടിപൊളി. താങ്ക് യു ചേട്ടാ, രണ്ടുപേർക്കും താങ്ക് യു.
അപ്പൊ ഇനി നമ്മുടെ അബുഖനെ പിടിക്കാം. ഇനി എവിടെ നിന്ന് നമുക്ക് കാണിക്കണം? ഓക്കെ, ഇവിടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തായിരിക്കണം? കോട്ടൺ ഐറ്റംസ് ഇവിടെ ഉണ്ട്, പിന്നെ 3 പീസ് ഉണ്ട്. ഓക്കെ, ഈ കോട്ടൺ ഐറ്റംസ് മസ്ലിൻ ഇതൊന്ന് നമുക്കൊന്ന് എടുത്ത് കാണിച്ചു തന്നെ, ഓരോരോ കളക്ഷൻസ് വെച്ചിട്ട്. അപ്പൊ ഇതൊന്ന് കാണിച്ചു തന്നെ, ഫുൾ കളക്ഷൻസ്. വാ ഇങ്ങോട്ട് വാ, നീ കാണിച്ചോ? കാണിച്ചു, കുഴപ്പമില്ല, നീ വാ. നീയുടെ ഇവിടുത്തെ മെയിൻ ആണ് അല്ലേ? വെറുതെ ഇവിടുത്തെ മെയിൻ ആണ്. പറയ്. അജ്രക്കിന്റെ ഇതില് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ നന്നായിട്ട് പോകുന്ന ഐറ്റംസ് ആണ്. അജ്രക്ക് റെഗുലർ പോകുന്ന ഐറ്റംസ് ആണ്. ഈ കോട്ടൺസിന്റെ നല്ല മൂവിങ് ആണ് ഞങ്ങൾക്ക്, നന്നായിട്ട് പോകും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാണ്ട്, ക്രിസ്മസിന്റെ സമയമാണ്. ക്രിസ്മസിന്റെ സമയം എന്നല്ല, സീസണിനനുസരിച്ചിട്ട് ഓരോരോ കളക്ഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ റെഗുലർ പോണ മോഡലുകളാണ്. അപ്പൊ എന്തായാലും ഇത് തുറന്നു കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ നോർമൽ ഐറ്റംസ് ആണ്, നമുക്ക് റെഗുലർ കിട്ടുന്ന ഐറ്റംസ് ആണ്. ഇവിടെ എപ്പോഴും സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഹാൻഡ് വർക്കിൽ വരുന്നതാണ് ഇത് വരുന്നത്. അബുക്ക പറയേ, കോട്ടന്റെ നല്ല പാക്ക് സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. സിമ്പിൾ ഡെയിലി വരുന്ന ഓഫീസ് ടീച്ചേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ്. ഇതിപ്പോ കുർത്തിയാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ കാണിച്ചു കൊടുത്തേ. അത് എടുക്കുമ്പോഴേക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ട്, ആ ഒരു ഐറ്റം എന്ന് പറഞ്ഞ. ഇത് വെർട്ടിക്കലാണ് ഈ മെറ്റീരിയലിന്റെ പേര്. ഇത് നല്ല ഇപ്പൊ ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കണ ഇതാണ്. ഇപ്പൊ ഭയങ്കര മൂവിംഗ് ആണ്. വെർട്ടിക്കൽ സിൽക്ക് ഭയങ്കര ഫാസ്റ്റ് ആണ്, നല്ല മൂവിംഗ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലും കൂടിയാണ്. അതുപോലെ നല്ല കളർഫുൾ ആയിരിക്കും ഇതിന് കൂടുതലും വന്നത്. പിന്നെ ഞാനിട്ട് ഒന്നുകൂടി കളർഫുൾ ആയില്ലേ. ഇത് വിത്ത് ലൈനിങ് അടക്കാണ് കേട്ടോ വന്നിരിക്കണം. ഫ്രഷ് പീസ് എടുത്തിരിക്കുന്നത്. ഇത് എടുക്കുമ്പോ തന്നെ ലാർജ്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ സൈസ്. അതെ, അത് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്റെ ഫുൾ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് അതിന്റെ വേറെ ഡിസൈൻ ആണ്, അതിന്റെ വേറെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതില്ലേ? അല്ലല്ല, ഞാൻ ഇട്ടിരിക്കുന്ന സെയിം പ്രിന്റ് തന്നെ കേട്ടോ. അത് അപ്പൊ അതിന്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനി അബദ്ധേ പോയി കസ്റ്റമറെ കാണിക്കാനായിട്ട്. ചാച്ചു എവിടെയാ? ചാച്ചു പറഞ്ഞിട്. ആരെങ്കിലും ഒരാളൊന്ന് എടുത്ത് കാണിച്ചു തയ്യോ, ഞങ്ങക്ക് കളക്ഷൻസ് കണ്ടേ. അപ്പൊ അതാ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, അങ്ങനെ 4 സെറ്റ്. അതിന്റെ അടുത്ത് ഇത് വേറെ മോഡല് ഇതിന്റെ. അപ്പൊ ഇത് ഹോൾസെയിൽ ആണ് കേട്ടോ, സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഇത് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ, വിത്ത് പാച്ച് വർക്കോട് കൂടിയിട്ട് ബാക്കിലും ഫ്രണ്ടിലും സെയിം പ്രിന്റിൽ തന്നെ. 3 പീസിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അതിന്റെ ഡിഫറെന്റ് കളറിൽ കേട്ടോ. ഇതൊരു ബ്ലൂല്, ഏത് മോഡൽ വേണോ? ഇതൊക്കെ 3 പീസ് ആണ് കേട്ടോ ഇപ്പൊ കാണിക്കണത്. ഇതിന്റെ പല മോഡൽസ് വരുന്നുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി ഷെയ്ഡ് കേട്ടോ. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാണ്ടേ, ഇവിടുത്തെ വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസൊക്കെ റേറ്റ് ഒക്കെ ഭയങ്കര നമുക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റാതെ. വെസ്റ്റേൺ വെയർ മാത്രമല്ല, ഒരുവിധം എല്ലാ കളക്ഷൻസും അങ്ങനെ തന്നെയാണ്. വെസ്റ്റേൺ വെയർ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഇതൊക്കെ കിടക്കുന്നത് ഫുൾ വെസ്റ്റേൺസ് ടോപ്സ് ആണ്. ഇതിലേക്ക് നമുക്ക് കിടക്കാം. എന്തായാലും കുർത്തീസ് കാണിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. ഇത് 3 പീസിന്റെ ഒരു കളക്ഷൻസ് ആണ് വരുന്നത്. മസ്ലിനിൽ വരുന്ന കളക്ഷൻ 3 പീസിന്റെ കോൺസെപ്റ്റ് ആണ്, വിത്ത് ഹാൻഡ് വർക്കോട് കൂടിയിട്ട്. ഇതും മസ്ലിനില് ഫോയിൽഡ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 പീസ് കളക്ഷൻ സ്ട്രേറ്റ് കുർത്തിയാണ് കേട്ടോ. ഇതില് ദുപ്പട്ട നല്ല അടിപൊളി, നല്ല വലുപ്പത്തോട് കൂടിയിട്ടുള്ള ദുപ്പട്ട വരുന്നത് കേട്ടോ. പിന്നെ ഇത് ഷിമ്മറില് 2 പീസ് ആണ്. ഇത് 2 പീസ് വീനെക്ക് ആണ് വരുന്നത്. അത് ഷിമ്മറിൽ നല്ല പ്രിന്റ് ആയിട്ടുണ്ട് അല്ലെ. നോർമൽ കണ്ണിക്കാളും വിട്ടിട്ടുള്ള ഒരു കളക്ഷൻ പോണ ഐറ്റംസ്. അതാവുമ്പോ 365 ഡേയ്സ് പോകുമല്ലോ അല്ലെ. നല്ല ഇതൊക്കെ ഇങ്ങനെ തുറന്നാലും ഇത് അറിയാം. പിന്നെ പ്രിന്റിന്റെ കാര്യം നമുക്ക് എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇതന്നെ കിട്ടണം എന്നില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ പക്ഷെ കോട്ടൺ എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലെ. കോട്ടൺ എപ്പോഴും നല്ല ഫാസ്റ്റ് ആണ്, നന്നായിട്ട് പോണേ. ഓക്കെ, ഇത് കണ്ടോ. ഇത് 3 പീസ് കളക്ഷൻസ് അല്ല, 2 പീസ് അല്ല, 3 പീസ് ആട്ടോ. ദുപ്പട്ട എടുക്കാൻ വരുന്നത്. ഇത് നല്ല അടിപൊളി മഞ്ഞയില് അല്ലേ. ഫുൾ പൂക്കളായിട്ട് വരുന്നത്. ഏത് വെറൈറ്റി വേണം, അതും വീനെക്കിൽ കേട്ടോ. 3 പീസിന്റെ കളക്ഷൻസ് വെറൈറ്റികൾ മാത്രം കാണിക്കണല്ലോ ഇപ്പൊ. ഇത് ജോർജറ്റിന്റെ, അതില് യോക്കിൽ ഇങ്ങനെ ഒരു താറിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആലിയ കട്ട് മോഡല്. അത് സ്ലീവിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വർക്ക് ഇങ്ങനെയായിരിക്കും. ഇതിൽ തന്നെ കളേഴ്സ് പല മോഡൽസ്, കളേഴ്സുകള് ഒക്കെ ജോർജറ്റിന്റെ മെറ്റീരിയലാണ് ഇതൊക്കെ വരുന്നത്. ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ കളർ ചേഞ്ച്. ഇപ്പൊ ആകെ കൺഫ്യൂഷനല്ല, ഇതാണോ അതാണോ എന്നുള്ളത് അല്ലെ. ഞാൻ ഈ മഞ്ഞ ഇടാണ്ടിരുന്നത് ഈ കുട്ടിയെ മഞ്ഞ ഇട്ട കാരനാട്ടോ. നോക്കിയേ, അപ്പൊ ഇതും ഇവിടുത്തെ തന്നെയാവും അല്ലെ. ഈ 3 പീസ് ഇവിടുത്തെ തന്നെ. ഈ ഒരു മസ്ലിൻ മെറ്റീരിയൽ ഡെമോ കാണിച്ചതാണ് കേട്ടോ. അപ്പൊ ഇത് 3 പീസിന്റെ ആണ്, വിത്ത് ദുപ്പട്ട. നല്ല അടിപൊളി വലിയ ദുപ്പട്ട അല്ലെ. നല്ല അടിപൊളിയാ. പിന്നെ ആലിയ കട്ടിന്റെ വേറെ, അത് രംഗോളി സിൽക്ക് മെറ്റീരിയല്
ഫ്ലീറ്റ് ഒക്കെ നോക്കിയാൽ എന്ത് നീറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലീറ്റ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അത് അടിപൊളി. അപ്പൊ നിങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ എവിടെയാ? ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇവിടെ കത്തിരിക്കടവുണ്ട്, കലൂരുണ്ട്, പല പല സ്ഥലങ്ങളിലായിട്ടാണ്. കുറെ യൂണിറ്റുകൾ ഉണ്ടല്ലേ. എണ്ണാൻ പറ്റില്ല, എന്റെ പേരിൽ വേണ്ടി വരാണ് പോരെ. ഓക്കെ, അടുത്തത് ഇത് കുർത്തിയിലല്ലോ പേടാ. ഇത് നല്ല ഇത്തിരി ഇമ്പോർട്ടന്റ് മെറ്റീരിയലാണ്. പോപ്കോണില് ഭയങ്കര ഫാസ്റ്റ് ആണത്. നന്നായിട്ട് പോണ സാധനങ്ങളാണ്. അതിന്റെ തന്നെ പല പല ഡിസൈൻ കണ്ടോ. അതിന്റെ തന്നെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് പോപ്കോണിൽ തന്നെ നമുക്ക് ആ ഒരു പ്രിൻസസ് കട്ടിലാണ് വരുന്നത്. ഡെയിലി വെയറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ. റെഗുലർ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ ഫാസ്റ്റ് ആയിട്ട് പോണ സാധനം ഇതൊക്കെ അല്ലേ, പെട്ടെന്ന് മൂവ് ആവും. ഇതെല്ലാം എങ്ങനെയാ സൈസ് വരാ? ഇതും അത് തന്നെ എസ് എം എൽ മുതൽ വരും. XL, XXL, 3XL അങ്ങനെയാണ്. പ്ലസ് സൈസുകാർക്കും ഉണ്ട്. ഓക്കെ, ഇതന്നെ പോപ്കോണിൽ തന്നെയാണ് കേട്ടോ ഇപ്പൊ വെറൈറ്റീസ് കാണിക്കുന്നത്. ഇതിപ്പോ കുർത്തിയായിട്ട് ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. അത് കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഇതിങ്ങനെ ഫ്ലാപ്പ് ടൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ. ഈ ഒരു മോഡലാണ് വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ജസ്റ്റ് ഇതിന്റെ കൂടെ ഒരു ഷൂ ഒക്കെ ഇട്ട് അടിപൊളിയായി. ഇത് ഹാൻഡ് വർക്ക് ഫീഡിംഗ് ആണ്. മെറ്റർണിറ്റി വെയറിന്റെ കുർത്തി മാത്രമായിട്ട് വേണമെങ്കിൽ അതും വിത്ത് ഹാൻഡ് വർക്കോട് കൂടിയിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ സിബ് പിടിച്ചേ. ഇതില് വ്യത്യാസം എന്ന് പറയാനായിട്ട് ഇവിടെ സൈഡില് സിബിന്റെ പോർഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡ് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷേപ്പ് ആയിട്ട് ഒക്കെ എടുക്കും ചെയ്യട്ടോ. നമുക്ക് കണ്ടോ, ലുക്ക് അടിപൊളിയാണ്. ഇത് മെറ്റർണിറ്റി വെയറിൽ തന്നെ വരുന്ന. ഇത് ആലിയയില് വർക്ക് വരുന്നത് ഫുള്ള് യോക്കില് നമുക്കത് ഫുൾ എംബ്രോയിഡറിയുടെ വർക്കാണ് കേട്ടോ ഇത് വരുന്നത്. ഇപ്പൊ ഇതൊരു സൈഡാ പിടിച്ചിട്ടുള്ളത്, നമ്മൾ ഇനിയും പിടിക്കാൻ കിടക്കണ്ടല്ലേ. ഇതിന്റെ കളേഴ്സ് ആട്ടോ ഈ കണ്ടത്, നേരത്തെ കണ്ടതിന്റെ കളേഴ്സ്. അപ്പൊ ഒരു ഡിസൈൻ കാണിക്കുമ്പോ അതിലൊരു 4 കളർ ഉണ്ടാവും, 4 ഷെയ്ഡ് ഉണ്ടാവും അല്ലെ. 4, 5 ഉണ്ടാവും, 6 ഉണ്ടാവും. അങ്ങനെ അത് 4 കളർ ഉണ്ടാവും. ഈ 6 കളർ മൊത്തം എടുക്കണ? ഇല്ല, അത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. സൈസ് മൊത്തം എടുക്കേണ്ടി വരും. അപ്പൊ ഈ കെട്ട് കാണിക്കണത്, ഈ കെട്ട് മൊത്തം എടുക്കണം. കാരണം ഇത് ഹോൾസെയിൽ ആണ്. കടക്കാർക്ക്, സ്റ്റാർട്ടപ്പ്കാർക്ക്, വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യണവർക്ക് എന്ന് വെച്ചാൽ ബിസിനസ് അവർക്കാണ് മെയിൻ ഉദ്ദേശം ഈ ഒരു വീഡിയോന്റെ. ബാക്കി റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഒന്നും വിളിക്കും വേണ്ട. കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് അല്ലേ. അപ്പൊ ഇത് അതിന്റെ ഒരു ഡിഫറെന്റ് കളേഴ്സ് കേട്ടോ. ഇത് ഫീഡിങ് തന്നെയാ? കോട്ടണില് കോളറില് സിമ്പിൾ ആയിട്ടുള്ള 2 സൈഡ് പോക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. 1 സൈഡ് ഉള്ളൂ തോന്നുന്നു. അല്ല, 2 സൈഡും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതായി ബിഗ് സൈസിന്റെ കുർത്തി. ഇത് എത്ര? 50 ബിഗ് സൈസ്, 50 സൈസ് കുർത്തി കേട്ടോ. റംഗോളി സിൽക്ക്, രംഗീല മെറ്റീരിയൽ. അതിൽ പാച്ച് വർക്ക്, ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അബുക്ക പറയാ എന്തെങ്കിലും, അല്ലെങ്കിൽ പറയൂ ഇവിടെ വന്നിട്ട് ഞാൻ കിടന്ന് ഇങ്ങനെ വളകള പറഞ്ഞിട്ട്. നിങ്ങൾ പറഞ്ഞോ, രക്ഷപ്പെടണ്ട, പറഞ്ഞോ. പറഞ്ഞോ, ഞാൻ വെസ്റ്റേൺ പറയാം. ഞാൻ വെസ്റ്റേൺ പറയാം. ശരി, ഓക്കെ. വെറുതെ ഇതേത് ഭാഷ? ഇവിടുത്തെ എറണാകുളം ഭാഷയാണോ? കൊച്ചി ഭാഷയാണോ? വെറുതെ ഇരിക്കുന്നൊക്കെ അല്ല. ഇത് ജോർജറ്റിന്റെ മെറ്റീരിയൽ കേട്ടോ. അതിൽ ഫ്ലീറ്റ് വർക്കാണ് വന്നിരിക്കുന്നത്. സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ നല്ല മൂവിംഗ് ആയിട്ടാണ് ഫുട്ബോൾ ഹക്കോബ. അത് വെസ്റ്റേൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. നമുക്ക് ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് സിമ്പിൾ ആയിട്ട് അതിൽ കോളർ നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അടിപൊളി അല്ലേ? സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ. ഇതിലൊക്കെ കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ മേടിക്കണമെങ്കിൽ എവിടേക്കാ വരണ്ടേ? നമ്മുടെ കടയിൽ നമ്മുടെ കട എവിടെയാ? എറണാകുളം മാർക്കറ്റ് റോഡിൽ. അതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. സ്ഥലം എവിടെയാ? MNF ബിൽഡിംഗിലാണ് നമ്മുടെ കട. ഇനിയിപ്പോ നമുക്ക് മേനക വഴിക്ക് വരികയാണെങ്കിൽ പ്രസ് ക്ലബ് റോഡ് വഴിക്ക് കയറണം. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ബാങ്ക് ഉണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കും ഉണ്ട്, CSB ബാങ്ക് ഉണ്ട്. അതിന്റെ തൊട്ട് ഇപ്പുറത്തുള്ള ബിൽഡിംഗ് ആണ് MNF ആർക്കേഡ്. അതിൽ സൈഡ് വഴിക്കൂടെ എന്ന് വെച്ചാൽ പാർക്കിംഗ് ഏരിയയുടെ സൈഡ് വഴിക്കൂടെ കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഷോപ്പാണ്. ഫസ്റ്റ് കാണുന്നത്, സെക്കൻഡ് കാണുന്ന ഷോപ്പും ഇവരുടെ തന്നെയാണ്. ഇനി ഇവിടെ അങ്ങോട്ട് മുകളിലേക്ക് 4 നില മൊത്തം കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഫ്ലോറിൽ മൊത്തം നിങ്ങളുടെ പ്രൊഡക്ഷൻ ഐറ്റംസ് ആണ് കൂടുതൽ. ഈ ഫസ്റ്റ് ഫ്ലോറിൽ എന്തായിരിക്കും? ഫസ്റ്റ് ഫ്ലോറിൽ വെസ്റ്റേൺ ഉണ്ട്, 3 പീസ് ഉണ്ട്, ചുരിദാർ 3 പീസ് ഉണ്ട്, അങ്ങനെ പിന്നെ ടോപ്സ് ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലോ കിഡ്സ് ആണ്, പിന്നെ ഡെയിലി വെയർസിന്റെ ഐറ്റംസ് ആണ്. എന്തായാലും അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫുൾ കണ്ടിട്ട് പോകണുള്ളൂ. എന്തായാലും ഇഷ്ടം പോലെ ഉണ്ട് കളക്ഷൻസ്. ഇതൊക്കെ ചിക്കൻ കറിയില് വിത്ത് സീക്വൻസ് വർക്കിൽ വരുന്നതാണ്. കോട്ടന്റെ അല്ലേ? കോട്ടന്റെ 3 പീസിന്റെ കോട്ടന്റെ മെറ്റീരിയൽ, അതും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ്. സ്ട്രെയിറ്റ് എന്നിട്ട് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. വിത്ത് മൽമൽ കോട്ടന്റെ നല്ല അടിപൊളി ദുപ്പട്ട കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇത് ഹാൻഡ് വർക്കോട് കൂടിയിട്ട് സിൽക്കി മെറ്റീരിയൽ റംഗോലി. ഇതിൽ യോക്കിൽ നല്ല ഹാൻഡ് വർക്ക്. അപ്പൊ ഈ ഹാൻഡ് വർക്ക് ഒക്കെ നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത്? അതെ, ഹാൻഡ് വർക്ക് ഉള്ളതുണ്ട്, കോട്ടന്റെ ഉണ്ട്, വെസ്റ്റേൺ വെയർ, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് അടിപൊളി വർക്കൊക്കെ ചെയ്തേക്കണം കേട്ടോ. സൂപ്പർ. യോക്കില് വർക്കുള്ളത് ഇഷ്ടം പോലെ ഉണ്ടല്ലേ? അതൊന്ന് തുറന്നേ.
അതാ ഇത് വേറൊരു വർക്ക് ജോർജറ്റിന്റെ മെറ്റീരിയൽ. അങ്ങനെ നോക്കുമ്പോൾ ഇത് വേറൊരു ഹാൻഡ് വർക്ക്. ഇങ്ങനെ വെറൈറ്റീസ് ഇനി കയറി പോവാണ് അല്ലേ. ഇത് ഫുൾ ചാച്ചു നല്ല സ്പീഡിൽ അങ്ങോട്ട് എടുക്ക്. ശരിക്കുള്ള പേരെന്താ? സമ്മിൽ. ഇവിടെ എല്ലാവരും ചാച്ചു ചാച്ചു എന്ന് വിളിക്കുക. അല്ല നമ്മുടെ പേരെന്താ? അബു താഹിർ എന്നാണ്. അബു താഹിർ. എല്ലാരും വിളിക്കണ അബു എന്നാണ് വിളിക്കുന്നത്. ശരിക്കും ഇവിടെ ടോപ്പ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം അറിയപ്പെടുന്നത്. അബു കട അബുവിന്റെ കട ഏതാന്ന് വെച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പൊ ഇവിടെ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മാർക്കറ്റില്? 14 കൊല്ലത്തോളം ഈ ഒരു സെയിം ഫീൽഡ്. അതെ, ഓക്കെ. കിടക്കട്ടെ. അപ്പൊ 13 കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ ടോപ്പായി. അപ്പൊ അതാണ് ടോപ്പ് കളക്ഷൻസ് കിട്ടല്ലേ. അങ്ങനെ വരട്ടെ. അതാ മസ്ലിനിൽ 3 പീസിന്റെ കളക്ഷൻ ആണ് ഇത് വരുന്നത്. ഇത് 3 പീസിന്റെ. ഇത് വേറൊരു വെറൈറ്റി. ഇതിൽ ഫുൾ വർക്കാണ് കേട്ടോ, ഡിജിറ്റൽ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതിൽ ചെറിയ വർക്ക്. ഇത് കാണുന്നത് ഫുൾ വീവിങ് ആണ് കേട്ടോ ഈ ഇടയിൽ. പിന്നെ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? റേറ്റ് ഉണ്ടോ എല്ലാത്തിനും? അല്ല, എങ്ങനെ അവർക്ക് അറിയാനായിട്ട് എന്ത് ചെയ്യണം? ഇപ്പൊ കാണിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഓൺലൈനിൽ വാട്സ്ആപ്പ് ഉണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വിളിച്ച ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. പിന്നെ റീറ്റെയിൽ ആയിട്ട് ഒരു പീസിന് വേണ്ടിട്ട് റേറ്റ് ചോദിക്കരുത്. എന്ന് വെച്ചാൽ കടക്കാരാണെങ്കിൽ ആവശ്യം അവര് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റേറ്റ് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. പരമാവധി ഡയറക്റ്റ് വരാം. ഇല്ലെങ്കിൽ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഇല്ലേ? വീഡിയോ കോൾ ഉണ്ട്. അപ്പൊ ഇതൊരു അടിപൊളി വെറൈറ്റി ആണ്. 2 പീസിലെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. 2 പീസിന്റെ കോട്ട് ജാക്കറ്റ് ഷ്രഗ് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ. 2 പീസില് ഇതില് ചന്തേരി സിൽക്കില് ഇതില് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിന്റെ പോർഷനിൽ പാച്ച് വർക്ക് ഉണ്ട്. ആ വർക്ക് തന്നെ പാന്റ് വിത്ത് പാന്റ് 2 പീസിന്റെ കളക്ഷൻ. ക്രിസ്മസ് സ്പെഷ്യൽ. ഞാനും വിചാരിച്ചു ഇതെന്താ എത്താത്തേന്ന്. ദാ ക്രിസ്മസിന്റെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. റെഡ് ആൻഡ് വൈറ്റിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇത് കുറച്ച് ഡിഫറെന്റ് അല്ലേ, ജ്വൽ നെക്ക് ടൈപ്പ്. ഇത് പാച്ച് വർക്കില് വൈറ്റ് ആൻഡ് ഇത് ഇതിൽ സൈഡിൽ ഇങ്ങനെ ഫ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. അതുപോലെ യോക്കിലും വർക്ക് ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. ഇപ്പൊ ഇത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വേണോ, വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ വേണോ, എങ്ങനെ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഇത് റെഡ് ആൻഡ് വൈറ്റിന്റെ കോമ്പിനേഷൻസ്. ഇത് റെഡിൽ തന്നെ പാച്ച് വർക്ക്. ഇതേ കിടക്കട്ടെ. ഇനി റെഡിൽ തന്നെ വൈറ്റ് വേണ്ട, കുറച്ച് നമുക്ക് സിൽവറിൽ വേണമെന്ന് വെച്ചാൽ ആ ഒരു വർക്കിലാണ് ഈ ഒരു പോർഷൻ വന്നിട്ട്. ഞങ്ങൾ അങ്ങോട്ട് വരാം, ഇവിടെ എറിയണ്ട. നമുക്ക് അവിടത്തെ കൂടി കാണുന്നുണ്ട്. എന്താന്ന് അതിന്റെ ഇടയിൽ ഒരു റിസപ്ഷനിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. അവര് ഹായ് പറഞ്ഞോ. മെസ്സേജ്. ഇതെന്താ സംഭവം? ഹാൻഡ് വർക്കില് ഇതാ ഇത് റയോണില് ഫുൾ വർക്ക് പ്രിന്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആലിയ കട്ട് മോഡലാണ് വരുന്നത്. ബോക്സ് വർക്ക് പാച്ച് വർക്കിൽ കൊടുത്തിട്ടുള്ളത്. വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. റയോണില് ഇത് ഡെയിലി വരണൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ. ഒത്തിരി എന്ന് വെച്ചാൽ എടുത്താലും കഴിയുന്നില്ല. ഇപ്പൊ ഏകദേശം കുറച്ച് സമയമായിട്ടുണ്ട്, എന്നിട്ടും കളക്ഷൻസ് തീരുന്നില്ല. ഇത് കുറച്ച് ഹിപ്പ് കൂടുതലുള്ളവർക്കാണ് കേട്ടോ. സൈഡൊക്കെ കട്ട് കണ്ട നല്ല ഷേപ്പില് നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. ഇത് 2 പീസ് എ ലൈനില് കാന്തയില് 2 പീസിന്റെ കേട്ടോ. പിന്നെയും ഉണ്ട് ഇഷ്ടംപോലെ വെറൈറ്റീസ്. ഇത് ജോർജറ്റിൽ ഫുൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഫുൾ ഫ്ലീറ്റോട് കൂടിയിട്ടാണ് കേട്ടോ. പഫ് സ്ലീവ് ആണ് ഇത് വരുന്നത്. നമ്മുടെ ഷോപ്പിന്റെ സമയം എത്ര മണിക്കാ? രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ. 8 മണി വരെ ഉണ്ട്. സീസണൽ സമയത്താകുമ്പോ പിന്നെ 10 മണി വരെ സമയമൊന്നും പറയാൻ പറ്റില്ല. കസ്റ്റമേഴ്സ് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോണെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും സീസൺ അനുസരിച്ചിട്ട് കളക്ഷൻസും മാറിക്കൊണ്ടിരിക്കും. ഇത് നോക്കിയാൽ ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു മോഡല് ഇത് ഞാൻ അതിനെ ആലോചിക്കണേ ഇതാണ് ഇവിടെ കീറിയോ എന്നുള്ളത്. കീറിയതല്ല, ഇത് ജാക്കറ്റാ 2 പീസാണ്. ഇതൊന്ന് പിടിച്ചേ. ഇത് നമുക്ക് ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഫ്രോക്ക് ടൈപ്പ് ആയിട്ട്. ഇത് വേണ്ട, നമുക്ക് കൂടെ ജാക്കറ്റ് വേണമെന്ന് വെച്ചാൽ ജാക്കറ്റ് ആയിട്ട് ഇടാം. ഇത് നെറ്റിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. കളർ അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ കളേഴ്സും ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. കാന്ത പ്രിന്റിൽ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഇത് പാന്റ് വിത്ത് ദുപ്പട്ട. 2 പീസ് വേണോ, സിംഗിൾ പീസ് വേണോ, 3 പീസ് വേണോ, എങ്ങനെ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. ഇത് ഫുൾ നമുക്ക് ലേഡീസിന്റെ എത്നിക് വെയറിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. സെയിം ഫുൾ ഷ്രഗ് ആയിട്ടുള്ളത്. ഇത് ഫുൾ ഷ്രഗ് ആയിട്ടുള്ളത്. ഇത് മറൂൺ ഷെയ്ഡിലാണ്. ക്രിസ്മസിന് ഇനി ഇത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. റെഡ് വൈറ്റ് അങ്ങനെ വേണ്ട. ഇത് പിന്നീട് അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി. ഇനി ഒരു വിന്റർ വെയറിന്റെ ഒരു ഡമ്മിയിലിരിക്കുന്നത് അതൊന്നും ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ അത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് നല്ല രസമായിട്ടുണ്ട്. അപ്പോഴേക്കും അത് തിരിക്കുമ്പോഴേക്കും നമുക്ക് ഇതൊന്നും നോക്കാം. ഇത് റയോണിന്റെ ഓവർകോട്ടായിട്ട് വിത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇതൊന്നും നോക്കാം.
അറ്റാച്ച്ഡ് ആയിട്ട് ഇത് സംഭവം ഒന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. വിന്റർ വെയറുടെ കളക്ഷൻസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് സീസൺ അനുസരിച്ചിട്ട് ഓരോ സീസൺ ആയിട്ട് കൊണ്ടുവന്നാണ്. പിന്നെ ഇത് എന്താ പറയാ വെസ്റ്റേൺ വെയറിന്റെ ഇത് മാത്രമല്ല അടിപൊളി കളക്ഷൻസ് മുകളിൽ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത് നല്ല വെറൈറ്റി. ഇത് ഒരുമിച്ച് സെപ്പറേറ്റ് ആണ് നിങ്ങളായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച അടിപൊളി അല്ലേ, നല്ല സൂപ്പർ സംഭവം. ഇനി ഇത് സ്ലീവ്ലെസ്സിൽ 2 പീസിന്റെ കേട്ടോ ഈ ഒരു മോഡൽ. സ്റ്റാർട്ടിങ് സ്മോളിൽ സ്റ്റാർട്ടിങ്. അപ്പൊ ചിലത് വരുമ്പോ സ്മോൾ വരും, ചിലത് വരുമ്പോ ലാർജിലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ഫ്രോക്ക് മോഡൽ വേണമെങ്കിൽ പഫ് സ്ലീവിൽ കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ കാണിക്കാനായിട്ട്. ഒരു ഫ്ലോർ തന്നെ തീരുന്നില്ല കണ്ടോ. ഇതിലും ചെറിയ ചെറിയ ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ, തുണിയോട് കൂടിയിട്ടുള്ള ലൈൻസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്ലോറിൽ ഇനി ബാക്കിയുള്ളത് കുറച്ചെടുത്തേക്ക്, അല്ലെങ്കിൽ അവർ വന്നാൽ അവർക്കൊന്നും കാണാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ ഒരു ഹാങ്കറിൽ ഇട്ട സംഭവം കൂടി നോക്കാം. ഇതാ ചേട്ടൻ എടുത്തു കഴിഞ്ഞാ അതെ ചാച്ചു ചേട്ടൻ്റെ എടുത്തോണ്ട് പോവാണ്. എനിക്ക് എത്ര വട്ടമായി ചാച്ചുനെ വിളിക്കുന്നു. അപ്പൊ ശരി, കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഒരു ചാക്ക് നിറച്ചങ്ങോട്ട് കൊണ്ടുപോവാണ് നമ്മുടെ ചേട്ടൻ. ശരി, അപ്പൊ നമുക്ക് കുറച്ച് ഇവിടെ നിന്നുള്ളത് പിടിക്കാം. ഈ ഒരു ക്രിസ്മസ് ഐറ്റംസ് ഇത് ഫുള്ള് ഇവിടെ ഞാൻ കൊണ്ട് ഇട്ടതാ. ഓക്കെ, ഇതൊന്നും എടുത്ത് കാണിച്ചു തന്നെ. വെസ്റ്റേൺ നിങ്ങൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് തിരിച്ചോ. ഇത് വൂളന്റെ ഐറ്റം ആണ്. ഇത് സമ്മർ ഇപ്പൊ ഇതായിട്ട് കൊണ്ടുവന്നു, സമ്മർ ആയിട്ട് കൊണ്ടുവന്നേക്കണം. സമ്മറാ വിന്റർ സോറി വിന്റർ ആയിട്ട് കൊണ്ടുവന്നേക്കണം. അതുപോലെ അതെടുത്തേ, ഇത് വിന്റർ. ഇത് കോട്ട് ടൈപ്പ് ആയിട്ട് 2 സൈഡ് പോക്കറ്റ് വരുന്നതാണ്. ഇത് വരുമ്പോ നമുക്ക് വെൽവെറ്റിന്റെ വരുന്നതാണ് കേട്ടോ. ഇത് റിപ്പീറ്റ് കൊണ്ടുവരും ആൾക്കാർ, കൊണ്ടുപോയി തിരിച്ച് പിന്നെ ഇതൊരു സീസൺ വേണമെന്നില്ല, നല്ല ഫാസ്റ്റ് ആയിട്ട് പോണ സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ അടിപൊളിയാ കേട്ടോ, സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതിന് അതിന്റെ പല ഡിസൈൻസ് ഒക്കെ ഉണ്ട് കണ്ടോ, പല ഡിസൈൻസ് പല മോഡൽസ്. ഇത് ഡിഫറെന്റ് കളേഴ്സ്. ഇതൊക്കെ ഫ്രീ സൈസ് ആയിരിക്കും വരാ? അത് ഫ്രീ സൈസ് ആയിരിക്കും, ഒറ്റ സൈസ് ആയിരിക്കും വലിയ. അപ്പൊ അത് തടി കുറച്ചോ, തടിയുള്ളവര് ഇടണമെങ്കിൽ വേറെ കമ്പനിയുടെ ചിലപ്പോ ചെറിയ സൈസ് കിട്ടും. ഇത് വരുന്നത് ഷിമ്മറിൽ അല്ലേ? ഇത് വേറെ മെറ്റീരിയൽ ആണ്. ഇതിൽ തന്നെ 2-3 മോഡൽ വരുന്നുണ്ട്. ഇതൊക്കെ 3 മോഡൽ വരുന്നുണ്ട് കേട്ടോ, ക്രോപ്പ് ടോപ്പിൽ വരുന്നത് കേട്ടോ. അതിന്റെ കളേഴ്സ് ആണ് കളേഴ്സ്. അപ്പൊ ഈ കളേഴ്സിൽ പറയുമ്പോ ഇതിലും കളേഴ്സ് ഉണ്ട്. ഇതിന്റെ 4 കളർ വെച്ചിട്ട് വരും. 4 കളർ. അപ്പൊ ഇത് എടുക്കുമ്പോ എത്ര പീസ് വെച്ചിട്ട് വരും ഒരു പാക്കറ്റില്? ചില 8 പീസ് വരും, ഞങ്ങൾ 4 പീസായിട്ട് സെറ്റ് ചെയ്തും കൊടുക്കാറുണ്ട്. ഓക്കെ, അത് വരുമ്പോ നിങ്ങൾ അതിനനുസരിച്ച് ഡീൽ ചെയ്താൽ മതി. ഇതിന്റെ കളേഴ്സ് നോക്കി അടിപൊളി കളേഴ്സ് ആണ്. ഇതൊക്കെ വരുമ്പോ നമുക്ക് ഈ ഫ്രോക്ക് അല്ല സ്ലീവ് വരുമ്പോ നമുക്ക് അംബ്രേല ടൈപ്പ് ആയിട്ട് വരുന്നത്, ചിലതില് അംബ്രേല അല്ല പഫ് ആയിട്ട് വരുന്നത്, അങ്ങനെ പല പല മോഡൽസ് വരുന്നത്. നല്ല ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഏറ്റവും നന്നായിട്ട് പോണതാണ്. ഡൈ മെറ്റീരിയൽ അല്ലേ ഇതില്, ഡബിൾ ഷെയ്ഡിൽ. ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് പോണതാണ്. നല്ല മെറ്റീരിയൽ, ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത്. അതിന്റെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. ഫ്രീ സൈസ് ആണ് വരുന്നത്. ഇത് കോട്ടണില് കേട്ടോ, കോട്ടണില് നമുക്ക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത്. കോട്ടണില് ജീൻസിന്റെ മുകളിൽ ഇടാൻ പറ്റിയിട്ടുള്ള ബ്ലോക്ക് പ്രിന്റിന്റെ ഇഷ്ടം പോലെ ടോപ്സ് കണ്ടോ. ടോപ്സ് ഫുൾ ബ്ലോക്ക് പ്രിന്റിലാണ് കേട്ടോ. ബ്ലോക്ക് പ്രിന്റിൽ ഇഷ്ടം പോലെ കളേഴ്സ്. കോട്ടന്റെ മെറ്റീരിയൽ ബേസ് വരുമ്പോൾ വൈറ്റ് ആയിട്ടാണ് വരിക. ഇനിയും ക്രോപ്പ് ടോപ്സ് ഉണ്ട്. ഇതൊക്കെ മുകളിലുണ്ട് അല്ലേ? അപ്പൊ മുകളിൽ നമുക്ക് കാണാം. അപ്പൊ ഇതൊന്ന് അവിടെ തന്നെ വീണ്ടും സെറ്റ് ചെയ്തോ. ഇനി നമുക്കൊന്ന് മുകളിലേക്ക് പോയാലോ. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഇപ്പോഴും. പിന്നെ ക്രിസ്മസിന്റെ കളക്ഷൻസ് വൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റില് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ഈ കാണുന്നത് ഫുൾ വൈറ്റ്. വൈറ്റിന്റെ ഇതിന്റെ ഒന്ന് 2 ഓപ്പൺ ചെയ്തേ. ഇത് സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് മാത്രം. ഇതൊരെണ്ണം വർക്ക് ചെയ്തത് വേണമെങ്കിൽ ഒരെണ്ണം കാണിക്കാം. സിമ്പിൾ ആയിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ്. പക്ഷെ നന്നായിട്ട് പ്രായമുള്ളവരൊക്കെ ചോദിച്ചു വരും വൈറ്റ്, അവർക്ക് വേണ്ടി തയ്ച്ചേക്കണത്. അതെ, അപ്പൊ ഇനി മുകളിലേക്ക് പോയാലോ കളക്ഷൻസ് കാണിക്കാനായിട്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറാ വരുന്നത് അല്ലേ? ഇവിടെ ഒരു സാധനം പോയി ഇടയിൽ, അത് മറന്നു. ഇത് 2 പീസാ 3 പീസ്? ഫുൾ മൽമൽ കോട്ടന്റെ ആണ് കേട്ടോ. അപ്പൊ ഈ ടോപ്പ് കാണുന്നത് മൽമൽ കോട്ടൺ, ദുപ്പട്ട കാണുന്നത് മൽമൽ കോട്ടൺ, അതുപോലെ പാന്റും അത്യാവശ്യം നല്ല വർക്ക്. ഇതുപോലെ ഷേപ്പിലാണെങ്കിൽ നല്ല ഭംഗിയിൽ ഷേപ്പിൽ. അതെ, അതിന്റെ കളക്ഷൻസ് അപ്പോഴേക്കും കൊണ്ടുവന്നു. കളേഴ്സ് കണ്ടോ, ഇത് നല്ല ഇത് ഫുൾ മൽമൽ കോട്ടണിൽ വരുന്ന. അപ്പൊ ഈ ഒരു സെക്ഷനിൽ എന്തായിരിക്കണം ഈ നമ്മുടെ സെക്ഷൻ നോക്കാം. എന്തായാലും അങ്ങോട്ട് തിരിയാം. നമുക്ക് തിരിഞ്ഞ് കളക്ഷൻസ് കാണാം. ഞങ്ങൾ ആദ്യം ഫ്ലോർ ഒന്ന് കാണട്ടോ. ഇവന്റെ പേരെന്താ പറഞ്ഞേ? ബിലാലാ? ബിലാല്. അപ്പൊ ഈ ഒരു ഫ്ലോർ ഇവിടെ 3 പീസിന്റെ കളക്ഷൻ മൊത്തം വരുന്നത്. 3 പീസ് ഉണ്ട്, വെസ്റ്റേൺ ഉണ്ട്, മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ കസ്റ്റമർ വരുമ്പോ ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കൂടുതലാവുമ്പോ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാ വരുന്നത് അല്ലേ? എന്താ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കണോ? ഇത് അതിന്റെ ദുപ്പട്ടാട്ടാ. മിലാൽ പിടിച്ചോ. ഇത് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കണോ? ഇത് എവിടേക്ക് പോണേ?
താഴേക്ക് ഇത് എവിടെ ഇത് നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ടോ? കസ്റ്റമർ കസ്റ്റമറാണ്. ആ എവിടെ സ്ഥലം? കൊച്ചി. അതെ, കൊച്ചിക്കാരനാണ്. എന്താ ഷോപ്പിന്റെ പേര് ചോദിക്കുന്നില്ല, എനിക്ക് കളക്ഷൻസും അതിന്റെ ക്വാളിറ്റിയും അതിന്റെ റേറ്റ് അറിഞ്ഞാൽ മതി. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ കൊള്ളാം, നല്ല സെലക്ഷനുമാണ്. അത്യാവശ്യം നമുക്ക് പറ്റിയ റേറ്റിനൊക്കെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് മാർജിൻ ഇട്ടിട്ടൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ കൊച്ചിക്കാരനാണ്. അപ്പൊ എന്നിട്ടും നമ്മൾ കൊച്ചിയിൽ വരുന്നത്, അത് എവിടേക്കൊക്കെ പോകേണ്ട, സൂറത്ത്, ഡൽഹി, മുംബൈ ഒന്നും പോകാണ്ട് ഡയറക്റ്റ് ഇവിടേക്ക് വരുന്നതിന്റെ റീസൺ എന്താ റീസൺ? അത്യാവശ്യം നല്ല സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓരോ ഇതിനൊരു അപ്പത്തെ ഞാൻ എന്താ പറയണ പേര് ചോദിച്ചില്ല. കബീർ. ഓക്കെ, താങ്ക് യു കബീറിക്ക, താങ്ക് യു. ഓക്കെ, അടുത്ത പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടക്കട്ടെ. ഹിന്ദിക്കാരനാണ്, ബംഗാളി. ഓ നോക്കിയാലുണ്ടല്ലോ ബംഗാളി. ഇത് ഇവിടുത്തെ വൈഫാണ് എന്റെ വൈഫ് ഇവിടെ വെറുതെ ഇത് ഫുൾ ലിസ്റ്റ് അതിന്റെ പാക്കിംഗ് ആണോ നടക്കണേ? ബില്ല് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. വൈഫിന്റെ പേര് പറഞ്ഞ തസ്നി. എവിടേക്ക് പോകാനുള്ള പാർസൽ? അത് ഇതിപ്പോ അടിമാലിയാണ്. അടിമാലി. ഓക്കെ, അതിന്റെ ചെക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കണേ. ഹസ്ബൻഡ് വൈഫ് മൊത്തത്തിൽ അങ്ങോട്ട് ബിസിയാണ് ഫുള്ള് ഇതിന് വേണ്ടിട്ട്. അപ്പൊ നടക്കട്ടെ. ടസ്നി. ആ നല്ല പേരാട്ടാ, ഇഷ്ടപ്പെട്ടു. ആ ഇനി നമുക്ക് എവിടുന്ന അവിടെ അറ്റത്തുനിന്ന് തുടങ്ങാം അല്ലെ? ആ അറ്റത്തുനിന്ന്. ആ നമ്മുടെ ബിലാല് കാണിച്ചു തരും. ആ ഇക്ക കാണിച്ചു കൊടുത്തോന്ന്. ആ കോട്ടന്റെ അടിപൊളി കോട്ടന്റെ കളക്ഷൻ. ഇത് സൈസ് വരുന്നത് എസ് മുതൽ വരും. എസ് മുതൽ അതില് ഡബിൾ എക്സൽ വരെ ഉണ്ടാവും. ഡബിൾ എക്സൽ വരെ. അതില് പാന്റ് ഉണ്ടാവും. ഷോളൊക്കെ നല്ല വലിയ ഷോൾ ആയിരിക്കും. വലിയ ഷോള്, അതും മൽമൽ കോട്ടന്റെ ഷോള് വിത്ത് ഫുൾ നല്ല പ്രിന്റോട് കൂട്ടിട്ട് വൈറ്റ് ബേസിൽ കേട്ടോ. അതെ, ഇത്രയും വലിയ ഷോള് പോരെ അല്ലേ? പോരാ, അടിപൊളിയാണ് കേട്ടോ. പിന്നെ വലിപ്പം കൂടി ഉണ്ട്. അതുപോലെ ഇത് കാണുന്നതും 3 പീസിന്റെ തന്നെയാണ്. അങ്ക്രക്ക സ്റ്റൈലിലുള്ള പാറ്റേണിലാണ് കേട്ടോ. വിത്ത് അത് പക്ക കോട്ടൺ ആണ്. അങ്ക്രക്ക സ്റ്റൈലിൽ പക്ക കോട്ടന്റെ മെറ്റീരിയൽ 3 പീസിന്റെ കളക്ഷൻ. ഇത് ടോപ്പ് മാത്രമാണ്. ആ ആലിയ കട്ടിലും ലെങ്ത് ഉള്ളതാണ് കേട്ടോ. അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട്. ഇത് നെയ്ര കട്ടാണ്. ഇത് നെയ്ര കട്ട്. ആ ഇതാ സൈഡ്. അതിന്റെ പ്രത്യേകത സൈഡ് ഇതാ നൈറ കട്ടാണ്. അതുപോലെ തന്നെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ലഹരിയ പാറ്റേണിലാണ്. പാന്റും വിത്ത് ദുപ്പട്ട ലഹരിയ പാറ്റേൺ ആണ് കേട്ടോ. ലഹരിയ പ്രിന്റില്. പിന്നെ വരുന്നത് ഇതാ, ഇതും നൈറ കട്ടിലാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കളർ, നല്ല സിമ്പിൾ ഷെയ്ഡ് ആയിരിക്കും. അതെ, ഇതില് സാധാരണ ഫോയിൽ പ്രിന്റ് ഒക്കെ നമുക്ക് ഗോൾഡ് കളർ, പക്ഷെ ഈ കാണുന്നത് നമുക്ക് ഒരു സിൽവർ കളറിന്റെ ഫോയിൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെ, നോർമലി നമുക്ക് ഗോൾഡ് ഒക്കെ വരാം. അതില് ദുപ്പട്ട, അതുപോലെ ഷോള്, ദുപ്പട്ട, പാന്റ് അടക്കം വരുന്നത് കേട്ടോ. ഇത് ബിഗ് സൈസ് ആണ്. 52 സൈസിന്റെ കുർത്തി അങ്ക്രക്ക സ്റ്റൈൽ കേട്ടോ. 3 പീസിന്റെ. ഇത് 46, 48, 50, 52 സൈസ് ആണ്. ഇതാണ് സൈസ് വരുന്നത്. ഇതാ ഇങ്ങനെ 4 സെറ്റ് എടുക്കണം. 3 പീസ് ആണ്. 3 പീസ് ബോട്ടംസ് ഒക്കെ. ഓക്കെ, ഇതാ ഇത് തുണി അടിപൊളിയാട്ടോ. എന്ന് വെച്ചാൽ വണ്ണം കുറഞ്ഞവർക്ക് കനം കുറഞ്ഞ തുണി ഇടുമ്പോ ഒന്നുകൂടി ഒതുങ്ങും പറയുന്നത്. സൈസിലുള്ള ഒരു റയർ ആയിട്ടാണ് ഇവിടെ മാർക്കറ്റിൽ കിട്ടുള്ളൂ. നമ്മുടെ ഒന്നും ഒത്തിരി സെലക്ഷൻ ഉണ്ടാവും ഈ വലിപ്പത്തിലൊക്കെ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും. എന്റെ കൂടെ ടസ്നി അല്ലേ? അല്ല ടസ്ലി. ആ കൂടെ നിക്കണ്ടോ? ഇത് ഉള്ളിൽ അത്രയ്ക്ക് വലുതാ, വലിയ സൈസ്. പിന്നെ ദുപ്പട്ട എടുക്കട്ടോ. ദുപ്പട്ടയ്ക്കും ലെങ്ത്തിന് ഒട്ടും കുറവില്ല. നല്ല വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് നൈറ കട്ടില് പ്രിന്റ് ഒക്കെ അടിപൊളി. കളർ ലെവൻഡർ, നല്ല കളറാണ്. അടിപൊളി കളറാ, ലെവൻഡർ ഷെയ്ഡ്. അതില് പ്രീമിയം കളക്ഷനിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. യോക്കില് നെക്ക് ലൈനിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിങ് കേട്ടോ. ഇതിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സിൽ ഇതാ വർക്ക് ഉണ്ടോ. അതുപോലെ സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാ സ്ലീവിലും വർക്ക്. ഇതില് പ്രിന്റ് ആണല്ലേ ഈ കാണുന്നത്? ഫുൾ പ്രിന്റ് അല്ലേ? ഇത് വർക്കാണ്. ഇത് പ്രിന്റ് ആണ് കേട്ടോ. ഈ കാണുന്നത് ഫുൾ റബ്ബർ പ്രിന്റ്. ബിഗ് സൈസിൽ നല്ല ബിഗ് സൈസിന്റെ കുർത്തി, ഹെവി റയോൺ അല്ല അതാ തുണി പിടിക്കുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് പറയണ, നേരിട്ട് വന്നിട്ട് നമുക്ക് ആ ഫീൽ ചെയ്ത് മേടിക്കണതിന്റെ വ്യത്യാസം വേറെ ഉണ്ട്. നമ്മൾ ഓൺലൈനിൽ അതിന് 4 ഫ്ലോർ മൊത്തം കാണിച്ചു വരുമ്പോഴേക്കും ഒരു ഇത് ടൈം. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് പറയുമ്പോൾ പിന്നെ അത് മാത്രം കാണിച്ചു കൊടുത്താൽ മതിയല്ലോ അല്ലേ? ഇതും ബിഗ് സൈസിന്റെ കുർത്തിയാണ് കേട്ടോ. ബിഗ് സൈസിന്റെ കുർത്തി. ഇത് എത്ര സൈസ് വരുന്നത്? ഇത് 6XL ആണ്. ഇത് 56 സൈസ്. 56 ആണ് കേട്ടോ സൈസ് വരുന്നത്. വലിയ ബിഗ് സൈസിന്റെ കുർത്തീസ് മാത്രമാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതൊക്കെ നല്ല സോഫ്റ്റ്. ഇതാ
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. ഇത് അനാർക്കലി സ്റ്റൈലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫ്ലെയർ ടൈപ്പ് ആ അതൊക്കെ എടുക്ക ഇങ്ങട്. അനാർക്കലി സ്റ്റൈല് അല്ലേ? ഇത് അനാർക്കലി സ്റ്റൈൽ പാനലായിട്ട് വരുന്നത് തന്നെ കേട്ടോ. യോക്കിൽ ഇങ്ങനെ വർക്ക് ഒക്കെ വന്നിട്ട് ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ളത് 2 പീസിന്റെ കളക്ഷൻ. ഇതൊക്കെ പാക്കിങ്ങിന് കൊണ്ടുപോകണം, കസ്റ്റമർ എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസ്. അത് പോട്ടെ. ആ ഇത് ഒരു ഗൗൺ ആണ് കേട്ടോ വരുന്നത്, ഗൗൺ മോഡൽ. ഇത് പാനൽ വർക്കിൽ തന്നെ വരുന്നത് കേട്ടോ. ഇതിൽ ഫുൾ യോക്കിൽ വന്നിരിക്കുന്നത് ത്രെഡ് വർക്കാണ്. ഈ കാണുന്നത് മൊത്തം ത്രെഡ് വർക്ക് വിത്ത് പ്രിന്റോട് കൂടിയിട്ടുള്ള വർക്കാണ് വരുന്നത്. ഇതെന്താണ് സംഭവം? ഇപ്പൊ ഇത്തിരി ട്രെൻഡ് കൂടുതലാണ്. അതെ, ഇതില് ക്രഷ് മെറ്റീരിയൽ ഇപ്പൊ ഇത്തിരി ട്രെൻഡ് കൂടുതലാണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ ഇപ്പൊ പുതിയത് ഇപ്പൊ മാർക്കറ്റിൽ വന്നിട്ട് അധികം ആയിട്ടില്ല. അപ്പൊ യോക്കിലും വർക്ക് വരുന്നുണ്ട്, സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. മെറ്റീരിയൽ തന്നെ നമുക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാ, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. മെറ്റീരിയൽ അടിപൊളിയാട്ടോ, ഒരു പാർട്ടി വെയർ കളക്ഷനാണ്, ഷിമ്മറി ആയിട്ട് നിൽക്കുന്നത്. ഇതിൽ തന്നെ ഇഷ്ടംപോലെ കളേഴ്സ് വരുന്നുണ്ട്. വിത്ത് 3 പീസ് ദുപ്പട്ട അടക്കം പുതിയത് മാർക്കറ്റിൽ വന്നിട്ടുള്ള ക്രഷ് മെറ്റീരിയൽ. അടുത്തത് യോക്കിൽ ഇങ്ങനെ ത്രെഡ് വർക്കോട് കൂടിയിട്ട് വേറൊരു കളർ. ആഹാ, ഇതേ വർക്ക് ഉണ്ടോ, ഫുൾ വർക്കാണ്, അടിവരെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ദുപ്പട്ട, അതിന്റെ കൂടെ വരുന്ന ദുപ്പട്ട ഫുൾ ക്രഷ് മെറ്റീരിയൽ. ഇത് കാണിച്ചില്ലേ നമ്മള്? നേരത്തെ നമ്മൾ കാണിച്ചില്ല അതിന്റെ. ഓ ജിമിച്ചു ഫാബ്രിക്കിൽ നല്ല ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത് ഇട്ടെന്നോ കണ്ടോ? ഇതിന് കളർ അടിപൊളിയാട്ടോ, സൂപ്പർ കളർ. 3 പീസിന്റെ കോൺസെപ്റ്റ് ആണ് ഇത് വരുന്നത്. ഇത് ഷിഫോണില് ഫുൾ വർക്ക് ആണ് വരുന്നത്. അതുപോലെ സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഇത് ബോട്ടം ഷോളും നല്ല വർക്ക് ആയിരിക്കും. തുറന്നു നല്ല അടിപൊളി ഫുൾ വർക്കാണ് കേട്ടോ, ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ. ഇതാ ഇത്രയ്ക്കും വർക്ക് കയറിയിട്ടുണ്ട്. ഇത് നല്ല കളറാണല്ലോ, ലെവൻഡർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രത്യേകത അല്ലേ കുറച്ച്. കണ്ടോ, ഇത് 3 പീസ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ 3 പീസിന്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഓ സററ ഫുൾ ഇങ്ങനെ തിളങ്ങി നിൽക്കണം കണ്ടോ. ഏതൊരു പാർട്ടിക്കായാലും പെട്ടെന്ന് ഇങ്ങനെ കാണും. ഇതും നല്ല മെറ്റീരിയൽ, ക്രഷ് അല്ല, ഷിമ്മറി മെറ്റീരിയൽ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ഇതിലും ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട് ഇത് വിത്ത് ദുപ്പട്ട. 1 സൈഡാണ് കേട്ടോ ഇതിൽ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. 1 സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ. ബ്ലാക്ക്. ഇതിപ്പോ എന്താ പറയാ, സീസൺ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ക്രിസ്മസിന്റെ സമയമാണെങ്കിൽ ക്രിസ്മസിന്റെ ഐറ്റംസ്, അല്ലെങ്കിൽ ഏതോ സീസൺ വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാറൂല. അത് വീണ്ടും എടുത്ത് പറയാണ്. സറാറ മോഡൽ ഇങ്ങനെ. ഈ ഷോപ്പ് നിങ്ങൾക്ക് ഇവിടെ മാത്രം, ഇനി വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ? ഇവിടെ മാത്രമേ ഉള്ളൂ. അല്ല, ഓരോ കടക്കാരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഷോപ്പുണ്ട്, ഇവിടെ ഷോപ്പുണ്ട്, അതാണ് എടുത്ത് ചോദിച്ചത് കേട്ടോ. ഇതൊരു പ്രീമിയം മെറ്റീരിയൽ. ദുപ്പട്ടയിലാണെങ്കിൽ ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. യോക്കിൽ ഇങ്ങനെ ഫുൾ ത്രെഡ് ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. 3 പീസിന്റെ കോൺസെപ്റ്റ്. ഇനി ഇതും ക്രഷ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇതൊരു റയർ ഷെയ്ഡ് അല്ലേ, നല്ല അടിപൊളി ഷെയ്ഡ്. ഫുൾ ദുപ്പട്ടയിലും ഇതുപോലെ വർക്ക്. ഇതാ ഫുൾ വർക്കോട് കൂടിയിട്ടാണ്. കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ ഇടയ്ക്ക് കണ്ണങ്ങോട് പോയിക്കൊണ്ടിരിക്കുന്നത്. സറാറ മോഡൽ. ഇതും സെയിം തന്നെയാണ് അല്ലേ. ഇത് പലാസോ ഇത് പലാസോ ടൈപ്പ് ആയിട്ടുള്ളത്. കേറിക്കോളോ, നമ്മൾ വീഡിയോ എടുക്കണ മുന്നിലേക്ക് വരാണ്ട് ഇങ്ങനെ ജെറ്റ് ബ്ലാക്കിൽ വൈറ്റ് ടോപ്പ് മെറ്റീരിയൽ, പിന്നെ ഒരു ലിവ സർട്ടിഫൈഡിന്റെ ടാഗും കൂടി ഉണ്ട്. അപ്പൊ മെറ്റീരിയലിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല, അടിപൊളി മെറ്റീരിയൽ ആണ്. ജെറ്റ് ബ്ലാക്കിൽ നിന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല രസല്ലേ. ഇതിപ്പോ ബ്ലാക്കിൽ തന്നെ കുറച്ച് സട്ടലായിട്ടുള്ള ബ്ലാക്ക് വേണമെന്ന് വെച്ചാൽ അതും ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഫുൾ പ്രിന്റ് ആണ് കേട്ടോ, ഫുൾ പ്രിന്റില്. പിന്നെ നമ്മൾ ഫസ്റ്റില് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ഡമ്മിയിൽ കണ്ടില്ലേ, അതിന്റെ തന്നെ സിംഗിൾ പീസാണ് കേട്ടോ. മറ്റേത് 3 പീസ് ആയിരുന്നു. 3 പീസ് ആയിരുന്നു. സിംഗിൾ ടോപ്പ് സ്ട്രൈറ്റ് കുർത്തിയാണ് കേട്ടോ. ഇതും കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ടോപ്പ്. റയോണില് വർക്ക് പ്രീമിയം ടൈപ്പ് മെറ്റീരിയൽ ആണ്, നല്ല കൂടിയ റയോൺ. അതെ, 120 kg റയോണ്ട്. അതുപോലെ യോക്കിൽ ഇങ്ങനെ വർക്ക്. ഇത് ബ്ലാക്കിൽ തന്നെ ഇക്കത്തിന്റെ പ്രിന്റ് പോലെ ചെയ്തിട്ടുള്ളത്. ഇതും ലീവ സർട്ടിഫൈ ഒക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതാ പിന്നെ പാകിസ്ഥാനിലുണ്ട് മെറ്റീരിയൽസ് ഉണ്ട്. ഓ വൈറ്റിൽ തന്നെ അല്ലേ, വൈറ്റില് ഫുൾ ഇങ്ങനെ വർക്ക് ഉണ്ടോ, നല്ല രസമായിട്ടുണ്ട്. ഇതില് ദുപ്പട്ട വരുമ്പോ പാകിസ്ഥാനി ദുപ്പട്ട. ഇതാ
ഈ ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത്. ഇനി ഇവിടെ തന്നെ നിന്ന് പോണ്ട, നമുക്ക് മുകളിലേക്ക് പോയാലോ? മുകളിലോട്ട് പോകാം. അതിന് ഇത് നോക്കിയാ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. കണ്ടോ? എന്നാ ഈ വെസ്റ്റിന് അവിടെയാണ് കിട്ടണ. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. ഷോർട്സും ഇതുമായിട്ട് ഞാൻ വിചാരിച്ചു ഇത് മാത്രമേ ഉള്ളൂ, ഇതും ഉണ്ടല്ലോ ഇതിന്റെ കൂടെ. ഇതിടാൻ മറക്കണ്ടട്ടാ അല്ലേ? പോവാ നമുക്ക്. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് തൊട്ടപ്പുറത്താണ്. ക്രിസ്മസ് സ്പെഷ്യൽ ഇപ്പൊ നമ്മ പക്ക ഗൗണില്ലേ? ഇനി ക്രിസ്മസിന് ഗൗൺ ഇട്ട് തിളങ്ങട്ടെ. ഇത് സ്ലീവ് അറ്റാച്ച്ഡ് ആണോ? സ്ലീവ് ഉള്ളിലുണ്ട്. അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിത്ത് പാഡഡ് ആണ് കേട്ടോ ഈ ഒരു ഗൗൺ. ഷോർട്ട്. ഇത് വെസ്റ്റേൺ വെയറില് വെറുതെ ടോപ്പ് മാത്രം. അപ്പൊ ഇതിന്റെ അടിയിലേക്കുള്ള ജീൻസോ? ജീൻസ് ഉണ്ട്, മിഡി ഉണ്ട്. ഏത് വേണമെങ്കിലും നമ്മൾ തരൂലേ? ഓക്കെ. ഇത് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് മാത്രം. ഇതിന്റെ സൈസസ് ഒക്കെ എങ്ങനെ വരാം? ഇതിന്റെ എക്സലും വരും, ഡബിൾ എക്സലും വരും. അങ്ങനെയാണ് സൈസസ് വരുന്നത്. ഓക്കെ. ഇതിനിപ്പോ പാഡഡ് വേണ്ട, നമുക്ക് നോർമൽ എപ്പോഴും ഇട്ട് പോകാൻ പറ്റുന്നതാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഗൗൺ ആണ് കേട്ടോ ഇത് വരുന്നത്. ജോർജറ്റിന്റെ മെറ്റീരിയലില്. ഇത് ചിക്കൻ കാരിയില് റയോൺ മെറ്റീരിയല് ചിക്കൻ കാരി വർക്ക്. ഇതില് വൈറ്റ് പാന്റ് ഒക്കെ ഇട്ടാ സൂപ്പർ ആയിരിക്കും. ഇനിയിപ്പോ വൈറ്റ് വേണമെന്ന് വെച്ചാൽ അതും ഉണ്ട്. ഇതാ ചിക്കൻ കാരിയില് തന്നെ കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാ. എന്തിനാ ഇവിടെ തന്നെ നിക്കണേ? നേരത്തെ ഇവിടെ സ്ലീവ്ലെസ് വരുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സാധനങ്ങൾ. ഇപ്പൊ സ്ലീവ്ലെസ് നല്ല ട്രെൻഡ് ആണ്. ഇതില്ലേ അതിന്റെ പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി കണ്ട, ഡിജിറ്റൽ പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട്. ഇത് ബാക്കിൽ ഇങ്ങനെ നമുക്ക് സ്മോക്കി വർക്ക് വരുന്നത് കൊണ്ട് നല്ല ഷേപ്പിൽ കിടക്കും ചെയ്യും. ഇതിന്റെ പല പല പ്രിന്റ്സ് ഉണ്ട്. അപ്പൊ ഇത് ജാക്കറ്റ് സെപ്പറേറ്റ് കിട്ടും. സെപ്പറേറ്റ് ഉണ്ട് ഞങ്ങളുടെ. അപ്പൊ ഇതിന്റെ പല പല പ്രിന്റ്സ്. ചിലർ ജാക്കറ്റ് ഉപയോഗിക്കാറില്ല, ഇപ്പൊ ഇതാണ് കൂടുതൽ ട്രെൻഡ് ആയിട്ട് വരുന്നത്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അതാണ്. നമ്മൾ ജനിച്ചപ്പോ കുറച്ച് നേരത്തെ ജനിച്ചു പോയി, അതുണ്ടായത് അല്ലെ? കുറച്ച് നേരം വൈകിട്ടാണെങ്കിൽ നമുക്ക് സ്ലീവ്ലെസ് ഇട്ട് നടക്കായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇത് ടോപ്പില് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ് ആണ്. ഇത് സ്ലീവ് ഉള്ള കോട്ടണില് ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ളത്. ഡെനിമില് അതിന് കൂടെ ബെൽറ്റ് ഉണ്ട് കേട്ടോ. ബെൽറ്റ് അടക്കാം കേട്ടോ. സ്ലീവ്ലെസ് ഇങ്ങനെ വരുന്നത്. ഓക്കെ. ഇത് നോർമൽ ആയിട്ടുള്ള വെസ്റ്റേൺ ബെൽറ്റ് വരുന്നു. ടൂണിക് സ്റ്റൈൽ വേണമെങ്കിൽ ടൂണിക് സ്റ്റൈലും ഉണ്ട്. നമുക്ക് വെറുതെ ടോപ്പ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയും ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനില് ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ളത്. അല്ല ജാക്കറ്റ് അല്ല, ഇത് ടൂണിക് സ്റ്റൈലാണ് കേട്ടോ. ബെൽറ്റ് വരും. ഇതാ ഇത് ഇതിന്റെ അടിയിൽ നമുക്ക് 3/4 വേണമെങ്കിൽ ജീൻസ് പാന്റ് 3/4 കാപ്രി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇനി എന്താണ്? പിന്നെ വലിയ സൈസ് ബിഗ് സൈസ് ടോപ്പാണ് കോട്ടന്റെ. എല്ലാ സൈസും ബിഗ് സൈസ് വരും. ഇത് ഏതാ സൈസ്? സ്റ്റാർട്ടിങ് ഇത് 38 മുതൽ 44 വരെ വരും. 44 സൈസ്. കോട്ടൺ നല്ല പ്യൂർ കോട്ടൺ ആയിരിക്കും. അതിൽ ഫുൾ എംബ്രോയിഡറി വർക്ക്. ഫുൾ വർക്ക് ആണ് കേട്ടോ. മിഷൻ എംബ്രോയിഡറി വർക്ക്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ളത് റേഞ്ച് കുറഞ്ഞ സ്ലീവ്ലെസ് റെഗുലർ ആയിട്ട് കണ്ടോ. നമുക്കൊക്കെ കടയിലൊക്കെ സെയിൽ ഇടാൻ പറ്റിയ ഐറ്റംസ് ആണ്. എന്ന് വെച്ചാൽ ഈ സെയിൽ ഇട്ടിട്ട് നമുക്ക് ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന ഐറ്റംസ്. സ്ലീവ്ലെസ്സിൽ കേട്ടോ. അതിന്റെ പ്രിന്റ് ഒക്കെ ഉണ്ടാവും, നല്ല നല്ല സ്റ്റാൻഡേർഡ് പ്രിന്റ്സ് ഒക്കെ. ഇതൊക്കെ ഇക്കത്തിന്റെ പോലത്തെ, അതും നല്ല കളേഴ്സ് ഒക്കെ നല്ല സൂപ്പർ, നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വെറൈറ്റീസ്. ഇത് വില കുറവുള്ള സെക്ഷൻ എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ്. പിന്നെ മെറ്റീരിയലിന് ഒട്ടും കോംപ്രമൈസ് അല്ല കേട്ടോ. ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ തുണി പൊട്ടയാണ് അങ്ങനെയല്ല കേട്ടോ. നല്ല തുണി വൈസ് നല്ലതാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വന്നോ അല്ലേ? ഒന്ന് തൊട്ട് ഫീൽ ചെയ്തിട്ട് പൊക്കോ നിങ്ങളല്ലേ? എന്നിട്ട് മേടിച്ചാൽ മതി. ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക്. കാരണം എന്ന് വെച്ചാൽ തുണിയാണ് അടിപൊളി. ഇതൊക്കെ കോട്ടണില് നല്ല അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ വരുന്നത്. ഇത് അപ്പൊ ഇത് ആ ഒരു കൗണ്ടറാണ് ഈ ഫുള്ള് വരുന്നത് അല്ലേ? ഓക്കെ. കളർഫുൾ ആയിട്ടുള്ളത് അങ്ങനെ അങ്ങനെ വെറൈറ്റി. ഷോർട്ട് തന്നെ നോക്കിയേ, ഷോർട്ടിന്റെ തന്നെ വെസ്റ്റേൺ തന്നെ തുണി റയോണില്. ഇതിലെല്ലാം ഇത് 4 സൈസ് വരും. ഇതിലെന്നെ 38, 40, 42, 44 സൈസ്. ഓക്കെ. അങ്ങനെയൊക്കെ സൈസസ് ആണ്. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോയാലോ? അപ്പുറത്ത് വെസ്റ്റേൺ ആണ്. വെസ്റ്റേൺ വെയർ ആദ്യമേ പിടിച്ചു വെച്ചിട്ടുണ്ടാ. അപ്പൊക്കെ താഴത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടോ വെസ്റ്റേൺ വെയർ ഞാൻ തന്നെ പറയുന്നു. അപ്പൊ കുറച്ച് നേരത്തേക്ക് എനിക്കൊരു സമാധാനമായി. ഇത് വെൽവെറ്റിന്റെ തന്നെ നല്ല ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് കൊണ്ടുവന്ന ഐറ്റംസ് ആണ്. ക്രോപ്പ് ടോപ്പ്. അതിന്റെ പിന്നെ ജാക്കറ്റ് ഇപ്പൊ റെഡ് കളർ ജാക്കറ്റ് നല്ല കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നുണ്ട്. പിന്നെ വേണോ വൈറ്റ് സ്ട്രൈക്ക് നമുക്ക് കണ്ടില്ല, സ്ലീവ്ലെസ്സിന് കൂടി ഇടാൻ പറ്റുക അവിടെ കണ്ട അതിന്റെ ജാക്കറ്റുകൾ. പിന്നെ വെൽവെറ്റിന്റെ ബ്ലാക്ക് ഉണ്ട്. ഒത്തിരി ഉണ്ട് വെറൈറ്റീസ്. വെസ്റ്റേൺ കൂടുതൽ. ഈ ഒരു സെക്ഷൻ ഫുൾ വെസ്റ്റേൺ ആണ്. ഫുൾ സ്ലീവ് ആണെങ്കിൽ ഫുൾ സ്ലീവ്. ഈ കാണാൻ നോക്കണ്ട, ഇതിന്റെ ഉള്ളിലൊക്കെ നമ്മളെല്ലാരും കേറൂല്ലേ? പിന്നെ അത് വന്നിട്ട് വലിയ സൈസ് എത്ര വെസ്റ്റേൺ വെയർ ക്രിസ്മസ് ആയിട്ട് കണ്ട സ്പെഷ്യൽ നല്ല ഫാസ്റ്റ് ആണ്. സൂപ്പർ ഐറ്റം. ഇത് താഴത്തെ നമ്മൾ ഡമ്മിയിൽ കണ്ടിട്ടുണ്ടല്ലേ? അടിപൊളി കേട്ടോ.
പിന്നെ അത് ഇത് നോക്കിയേ, ഇത് വേറൊരു ടൈപ്പാണ്. നൈറ്റ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ നൈറ്റ് വെയർ ആയിട്ട് ഇത് എന്താ പറയാ ബനിയൻ സ്റ്റെപ്പാണ്. എന്തോ പേര് പറയാ അതിന്, പെട്ടെന്ന് വായിൽ കിട്ടണില്ല എനിക്ക്. എന്നാലും നല്ല ടൈപ്പ് ബനിയൻ സ്റ്റെപ്പാ. അതെ, മോഡൽ കഫ്താന്റെ അതിന്റെ കളേഴ്സുകൾ. പിന്നെ അതിന്റെ തന്നെ കുറച്ചും കൂടി കൂടിയ മെറ്റീരിയലാണ്, കുറച്ചും കൂടി കട്ടിയുള്ള. അതാ പിടിക്കുമ്പോ ഒരു ഫീലിംഗ് വരുന്നുണ്ട് കേട്ടോ, രണ്ടും തമ്മിൽ പിടിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ്, ആ ഒരു ഫീലിംഗിലാണ്. ഇതൊക്കെ രാത്രി ഒക്കെ ഇട്ട്, രാത്രി വേണ്ട, ഫുൾ 24 hours നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇത് നല്ല ലിനൻ മെറ്റീരിയൽ ടൈപ്പ്, നല്ല ഫുൾ വർക്കാണ്. അത് ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ, എംബ്രോയിഡറിയുടെ വർക്ക്. ഇതിപ്പോ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വരുമ്പോ തന്നെ തീരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ അല്ലേ. ഇതൊക്കെ നമുക്ക് ടൂണിക്കായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന വെച്ചാൽ ഇതിന്റെ അടിയിൽ പാന്റ് ഒന്നും ഇടണ്ട, ഇത് ഇങ്ങനെ ഫ്രോക്ക് ആയിട്ട് തന്നെ ഇട്ട് പോകണം, എന്നാലും അതിന്റെ ഭംഗി തോന്നിക്കോളൂ. ഇത് ലിനൻ ടൈപ്പ് മെറ്റീരിയൽ, ലിനന്റെ സിമ്പിൾ ആയിട്ട് ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ലിനൻ ഷർട്ടാണ് ലേഡീസിന്. ഇതിന്റെ നല്ല ബ്ലാക്ക് വൈറ്റ് എല്ലാ കളേഴ്സും വരുന്നുണ്ട്. 10-15 കളർ ഉണ്ടാവും. റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതന്നെ, അത് പറയാൻ എനിക്കുണ്ട്. പക്ഷെ അത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർജിൻ ഇട്ട് വിൽക്കണ്ട, അതുകൊണ്ട് നമ്മൾ റേറ്റ് എടുത്ത് പറയുന്നില്ല കേട്ടോ. റേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. പെട്ടെന്ന് കളക്ഷൻസ് പോകുമ്പോഴേക്ക് പെട്ടെന്ന് വന്നു. ഇപ്പൊ കാണുന്ന ഐറ്റംസ് 1 മണിക്കൂർ ആകുമ്പോഴേക്ക് ഇത് ഫുൾ സെയിൽ ആയി പോകും. പിന്നെ അടുത്തത് വരും. ഇതാ ക്രേപ്പില് ഫ്രോക്ക് ആയിട്ട് കേട്ടോ. പിന്നെ വെസ്റ്റേൺ വെയറിന്റെ ക്രോപ്പ് ടോപ്സിൽ തന്നെ നല്ല നല്ല മെറ്റീരിയൽസിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇപ്പൊ ഇത് എടുക്കുമ്പോ ഇത് ഫ്രീ സൈസ് ആണല്ലോ, ഇത് പാക്കിൽ എത്ര വരും? ഇതിന്റെ ഒരു കളർ ആയിരിക്കും, സൈസ് ഒറ്റ സൈസിൽ തന്നെ കളർ 4 കളർ ആയിട്ട് വരും. ഒരു പാക്കിംഗ് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ സെയിം പാറ്റേണിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ്. ഓക്കെ, അങ്ങനെ കളേഴ്സ് ആയിട്ടായിരിക്കും വരാം. ഓക്കെ, ഇനി റെഡിൽ വേണമെന്ന് വെച്ചാൽ ഫുൾ ബട്ടൺ ടൈപ്പ് ഷർട്ട് മോഡൽ. എനിക്കിപ്പോ കൺഫ്യൂഷനാ ഏതെടുക്കണം എന്നുള്ളത്, കാരണം അത്രയും വെറൈറ്റീസ് ഉണ്ട് വെസ്റ്റേൺ വെയറിൽ. നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരെണ്ണമൊന്നുമല്ല, സെലക്ട് ചെയ്യാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എടുക്കുകയാണെങ്കിൽ എല്ലാം എടുക്കേണ്ട അവസ്ഥയാണ്, അത്രയും വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ. സ്ലീവ്ലെസ്സില് ഇതൊക്കെ പുറത്ത് പോയാൽ ഈ റേഞ്ചിനേക്കാളും ഇത്ര റേറ്റ് കൂട്ടിയിട്ടാണോ നിങ്ങൾക്ക് കിട്ടണമെന്ന് അറിയോ? അടിപൊളി കളക്ഷൻസ് ക്രോപ്പ് ടോപ്പിൽ. ഇതിന്റെ കൂടെ ഇടാനുള്ള ജീൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യൂ, വെറൈറ്റീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇതൊക്കെ ഇതില്ലേ, ഇത് ഫുൾ കളേഴ്സ്, അതും ഫുൾ ഡിഫറെന്റ് പ്രിന്റുകളാണ് കേട്ടോ വരുന്നത്. കളേഴ്സ് ഡിഫറെന്റ് ആണ്. പാറ്റേൺ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. നല്ല ടൈപ്പ് മെറ്റീരിയൽ ആണ് അത്. ഓ, ഇമ്പോർട്ടഡ് ഫാബ്രിക് കേട്ടോ. ഇതുണ്ടായിരുന്നോ? സൂപ്പർ. അങ്ങനെ 2 പീസില്. പിന്നെ ഇത് നേരത്തെ കണ്ടതിന്റെ കളർ ചേഞ്ച് ഇത് വേറെ മോഡൽ. ഈ ഒരു മെറ്റീരിയൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് ആണ് കൂടുതൽ വെസ്റ്റേൺ വെയറിൽ വരുന്നത്. ഇതും ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ. ഈ മെറ്റീരിയൽ ഒന്ന് സൂം ചെയ്താൽ നല്ല ബിഗ് സൈസ് ആണ്, ഓവർ സൈസിൽ വരുന്ന സാധനങ്ങളാണ്. ഓവർ സൈസ് ട്രെൻഡി ആയിട്ടുള്ളത്. ഓവർ സൈസ്. ഇത് വലിയ ബിഗ് സൈസ് 5XL ആണ്. 5XL സൈസിന്റെ ടോപ്പ് ട്ടാ. നല്ല വലിയ സൈസ്. അപ്പൊ വെസ്റ്റേൺ വെയറുകാർക്ക് ഇനി തടിയുള്ളവർക്കും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് വരണം? ടോപ്പ് കളക്ഷൻ അബുക്കാര കടയിൽ ടോപ്പ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ഇത് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്പുകൾ കേട്ടോ. ഇത് ഒരു കാലത്തൊക്കെ എല്ലാവരും ഇതന്നെ ഇട്ടിരുന്നല്ല, ഒരു ട്രെൻഡാണ് ഇത്. ടൈഡായി ആ ഒരു രീതിയിൽ ഇതിന്റെ ഇഷ്ടം പോലെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. 4-5 ഷെയ്ഡ് അങ്ങോട്ട് ഉണ്ട്. ആ വള്ളി പിടിച്ചേ, ഇതിന്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്തേ കേട്ടാ. ഇങ്ങനെയാണ് ഇട്ട് കാണിക്കുക. നല്ല രസമായിട്ടുണ്ട് കണ്ടോ. ഇതിങ്ങനെ ഒരു സ്മോക്കി വർക്കൊക്കെ വന്നിട്ടുള്ള ടീനേജുകാർക്കുള്ള കളക്ഷൻ ആണ് കേട്ടോ. അതുപോലെ ഇത് നോക്കിയേ, ഇതും ടൂണിക് സ്റ്റൈലിൽ വരുന്നത്. നല്ല അടിപൊളി മെറ്റീരിയൽ, നല്ല ഡിസൈൻ ആണ്. നിങ്ങൾ വെറുതെ എന്നെ കൊണ്ട് ഈ കുർത്തിയൊക്കെ ഇടിപ്പിച്ച് വെസ്റ്റിനൊക്കെ ഇടിപ്പിച്ച് നിൽക്കണ്ട, ക്രോപ്പ് ടോപ്പും ട്രൗസറൊക്കെ ഇട്ട് നിൽക്കേണ്ടൊക്കെ സമയം കഴിഞ്ഞു. പക്ഷേ ഇതൊക്കെ ഇത് കണ്ട, ഇതൊക്കെ സ്ഥിരം ഉള്ളതല്ല. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി പിടിക്കണോ? അബുക്കര കടയിൽ വെസ്റ്റേൺ വെയർ കിട്ടുന്ന ദൈവമേ, ആ ട്രൗസറും ഷർട്ട് ഇട്ടിട്ട് റോട്ടിൽ നിൽക്കേണ്ട ഒരു താമസമുള്ളൂ. ബാക്കി പിന്നെ ഞാൻ പറയണമെന്നില്ല. ഇത് ഡെനിമിന്റെ വിത്ത് ബെൽറ്റ് അടക്കം വരുന്നത് ടീനേജുകാർക്കുള്ള കളക്ഷൻസ് ആണ്. സൈസസ് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. ഡെനിമിന്റെ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഡങ്കറി മോഡൽ, അതിന്റെ ഉള്ളില് ഇന്നർ ഇതാ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ബനിയന്റെ ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ആഹാ, അതും നല്ല കോട്ടൺ, നല്ല സോഫ്റ്റ് കോട്ടൺ അല്ലേ? നല്ല സോഫ്റ്റ് കോട്ടൺ. അതെ, നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല മെറ്റീരിയൽ തൊടുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് എന്തായാലും കിട്ടുന്നുണ്ട്. ഇതൊക്കെ പഫ് സ്ലീവില്
ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല കേട്ടാ. അപ്പൊക്ക സൂപ്പറായിണ്ട്. പോരെ, ഇനി ഞാൻ പറഞ്ഞു, ഞാൻ 101% കൊടുത്തു, സീലിട്ടു. ആ ഇതാ ഇത് ആനിമൽ പ്രിന്റില് ഇത്രയും കളക്ഷൻസ് എവിടെ കിട്ടൂലേ? വെസ്റ്റേൺ വെയറിന് സാധാരണ നമുക്ക് എറണാകുളം മാർക്കറ്റിലൊക്കെ പറയുമ്പോൾ വെസ്റ്റേൺ വെയറിന്റെ കട എന്ന് പറയുമ്പോൾ ഇത്തിരി കുറവാണ്. ഉപയോഗിക്കാൻ സുഖമാണ്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ അവിടെ തന്നെ ഈ മെറ്റീരിയലൊക്കെ അതാണ് അതിന്റെ പ്രത്യേകത. ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് കൂടുതൽ. ഇമ്പോർട്ടഡ് സർപ്ലസ് ഐറ്റംസ് ഒക്കെ വെസ്റ്റേൺ വെയറിൽ വരുന്നത് ഇവിടെ കിട്ടും. അതിന്റെ വേറെ മോഡലാണ്. ആ മെറ്റീരിയൽ തന്നെ വേറെ മോഡലാണ്. ഡിഫറെന്റ് മോഡൽ. സ്മോക്ക് ആയിട്ട് ഇത് എത്ര വേണമെങ്കിലും ഇത് വലിയ ടൈപ്പാണ്. അത് നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് ഉപയോഗിക്കാൻ സുഖം. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. പിന്നെ അത് ഗൗൺ, ഇതൊരു പാർട്ടി വെയർ ഗൗൺ ഉണ്ട്. ഇത് വിത്ത് അറ്റാച്ച്ഡ് ആട്ടോ, ഡംഗ്രി ടൈപ്പ് ആയിട്ടുള്ളത്. ഇതാ ഇതൊക്കെ ലൂസ് ടൈപ്പ് ആയിട്ട് ഇട്ട് നടക്കാൻ പറ്റിയത്. ഇത് കുറച്ച് ജെം ഷൂട്ടാണ്. ജെം സൂട്ടാണ്. ഓക്കെ, ഇതാ ഇതിന്റെ കളക്ഷൻസ്. ഇത് കോഡ് സെറ്റ് ആണ്. കോഡ് സെറ്റ്. ഓ എന്താ മെറ്റീരിയല്, നല്ല സോഫ്റ്റ് ആണ്, ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ. സൂപ്പർ. നിങ്ങൾ ഈ ഡൽഹി സൂറത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ റേറ്റിനേക്കാളും റേറ്റ് കുറവാണ് ഇവിടെ. ബാക്കി റേറ്റ് ഞാൻ പറയുന്നില്ല. ഒരു തവണ ഒന്ന് വന്ന് നോക്ക്, പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ പോകും, നിങ്ങൾ പുറത്തേക്ക് പോയേ ഇല്ല. അത്രയും റേഞ്ച് കുറവിനാണ്. വെസ്റ്റേൺ വേൾഡിൽ അടുത്തത് ഇതെന്താ അടിപൊളി. അബുക്ക ഇത് കഴിഞ്ഞിട്ട് വേണം അബുക്കനെ പിടിച്ച് ഇടിക്കാനായിട്ട്. എന്നെ എത്നിക് വെയർ ഇട്ടിട്ട് നിർത്തിച്ചേന്. സൂപ്പർ ഐറ്റംസ് കണ്ടോ. ഇതൊക്കെ ജോർജറ്റിന്റെ മെറ്റീരിയൽ, നല്ല ഷിഫോണിന്റെ നല്ല മെറ്റീരിയൽ, സ്മോക്കുകൾ വരുന്നത്. ഞങ്ങൾ ഇങ്ങനെ വെറൈറ്റീസ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുൾ വെസ്റ്റേണിന്റെ സെക്ഷൻ ആണ് അല്ലേ ഈ ഫുൾ വരുന്നത്. ഇതൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ്. ഇതൊക്കെ കിട്ടാണ്ട് പോയിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആട്ടോ. അത് ഫുൾ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ളത്. ഞങ്ങളിങ്ങനെ തപ്പി അത് കാണിച്ചോ. നല്ല അടിപൊളി ഐറ്റംസ് ആണ്. സീലേഴ്സിന്റെ ടൈപ്പ്. അതെ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ കണ്ടോ, ഇതും ഇമ്പോർട്ടറിൽ തന്നെ 2 സൈഡ് പോക്കറ്റ്. ഇത് ജാക്കറ്റ് ആണ് കേട്ടോ. നടുക്കിൽ ഇങ്ങനെ വേറെ അതിന്റെ മോഡൽ. മെറ്റീരിയൽ സെയിം ആണ്, മോഡൽ വ്യത്യാസമുണ്ട്. നല്ല മെറ്റീരിയലാണ്. മെറ്റീരിയൽ ഒക്കെ അടിപൊളി കേട്ടോ. ഇത് ഒന്നും പറയാലോ, ഒരു രക്ഷയില്ല. റേറ്റും വളരെ കുറവാണ്. അതന്നെയല്ലേ ഞാൻ പറഞ്ഞ, ഡൽഹിയിലൊക്കെ പോയി മേടിക്കുന്നേക്കാളും റേറ്റ് കുറവാണ്. പിന്നെ നിങ്ങൾ ഡൽഹിയിലേക്കൊന്നും പോകേണ്ട ആവശ്യം വരില്ല. സാധാരണ നമ്മൾ വെസ്റ്റേൺ വെയർ എവിടെയാ പറയാ, മുംബൈ അല്ലെങ്കിൽ ഡൽഹിയെ പറയണത്. ഞാൻ അവിടേക്കൊന്നും പോകണ്ട. പോയവരാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ തിരിച്ച് വന്നോ കിട്ടാൻ. ഇനിയിപ്പോ ഡബിൾ സൈഡ് പ്രിന്റ് വരുന്നത് കേട്ടോ. ഡബിൾ സൈഡ് പ്രിന്റ് വരുന്നത്, ഡ്രോപ്പ് ഷോൾഡർ വരുന്നുണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, ഇവിടെ ഫുൾ ലേഡീസിന്റെ ഐറ്റംസ് മാത്രമാണോ? ജെന്റ്സിന്റെ ഇല്ല, കുട്ടികൾക്കുള്ള ആൺകുട്ടികൾക്കുള്ളതില്ല. ഇനി ആൺകുട്ടികളുള്ളവരെന്ത് ചെയ്യും? അത് ഇറങ്ങാടലേക്ക് പോകേണ്ടി വരും, ഒരു നിവർത്തിയിലാണ്. അപ്പൊ ഇതിന്റെ സെയിം ഈ മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക. കാരണം എത്ര പറഞ്ഞാലും ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാന്ന് എനിക്ക് മനസ്സിലാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്. ഇതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ്. അപ്പൊ ഈ കളേഴ്സ് ഫുൾ എടുക്കണം. ഇത് പിന്നെ പകുതി കൊടുക്കും കേട്ടോ. എല്ലാവർക്കും ബഡ്ജറ്റ് അനുസരിച്ചിട്ട് പകുതി കൊടുക്കും. എന്നുവെച്ചാൽ ഒരു 4-5 ഇല്ല, ഇതിന്റെ സെയിം പകുതി ആയിട്ട് കൊടുക്കും. ഇപ്പൊ 10 ഉണ്ടെങ്കിൽ 5 കൊടുക്കും, 12 ഉണ്ടെങ്കിൽ 6 കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ അത് നിങ്ങൾ വന്ന് ഡീൽ ചെയ്താൽ മതി. ഇതാണ് നമ്മൾ മുകളിൽ അവിടെ ഇല്ലേ, മുകളിൽ കണ്ടിട്ടില്ല. മുകളിലല്ല, താഴത്ത് അവിടെ ഹാങ്കറിൽ ഇട്ടേക്കുന്നത്. ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ കേട്ടോ. ഇതാ ഫോർമൽ ഷർട്ട്. ഇതിന്റെ കളേഴ്സ് ഉണ്ടാവും. 10-20 കളർ ഉണ്ടാവും. ബ്ലാക്ക്, യൂണിഫോം ആയിട്ടൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്നതാണ് യൂണിഫോം. പിന്നെ 365 ഡേയ്സ് ഈ ഒരു ഫോർമൽ ഷർട്ട് മൂവിങ് ആയിട്ടുള്ളത്. വെസ്റ്റേൺ എന്നൊക്കെ പറയുമ്പോൾ ട്രെൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതൊരിക്കലും മാറില്ല, ഇത് എപ്പോഴും ഉണ്ടാവും. ക്രോപ്പ് ടോപ്പില് മെറ്റീരിയലിന്റെ കാര്യത്തിൽ വെസ്റ്റേൺ വെയറിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്സിൽ. എന്നുവെച്ചാൽ മെറ്റീരിയലിന്റെ കാര്യത്തില് അബുക്ക കോംപ്രമൈസ് ചെയ്തിട്ടേ ഇല്ല അല്ലേ? അത്രേ ഉള്ളൂ. ഇതിന് സൈസ് വൈസ് ഇതെങ്ങനെയാ? അപ്പൊ ക്രിസ്മസിനൊക്കെ ഇനി കൊയർ പാട്ടുകളൊക്കെ പാടാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരേപോലത്തെ വേണം എന്നൊക്കെ ആഗ്രഹിക്കില്ല. അപ്പൊ ഇതാ ഇഷ്ടംപോലെ സൈസസ് അവൈലബിൾ ആണ്. പല കുട്ടികൾക്ക് പല സൈസസ്. ഇങ്ങനെ ഇവിടെ നിരന്നിട്ട് ഇങ്ങനെ ക്രിസ്മസിന്റെ പാട്ട്, കരോൾ പാട്ടൊക്കെ പാടാം. നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ നമുക്ക് സ്റ്റോക്ക് ഒക്കെ എവിടെ ഇരിക്കുന്നത്? ഈ വെസ്റ്റേൺ വെയറിന്റെ ഒക്കെ സ്റ്റോക്ക് ഇവിടെ തന്നെ. പിന്നെ അപ്പുറത്ത് ഇത് ഗോഡൌൺ ഉണ്ട്. ഇപ്പുറത്തെ ഗോഡൌൺ ഉണ്ട്. പിന്നെ വെയർ ഹൗസ് വേറെ സ്ഥലത്തൊക്കെ ഉണ്ടോ? വേറെ സ്ഥലത്തുണ്ട്. എവിടെയാ ഗോഡൌൺ ഉണ്ട്? കലൂരുണ്ട്. ഇപ്പുറത്ത് തന്നെ നമ്മൾ ബണ്ടിൽ ഇപ്പൊ എമർജൻസി ആയിട്ട് പൊട്ടിക്കുന്നത് ഇവിടെ തന്നെ ബണ്ടിൽ എടുത്ത് പൊട്ടിക്കും. കുറച്ച് അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് വേണമെന്ന് പറയണമായിരിക്കും അല്ലേ? ഓക്കെ, അതിനുള്ള ഇതാണ് അല്ലേ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ടവർക്ക് കയ്യോട് പാർസൽ കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു സെക്ഷനാണ് ഈ ഒരു ഫുള്ള് ഗോഡൌണിന്റെ സെക്ഷൻ. ഗോഡൌൺ എന്ന് പറഞ്ഞാൽ ഇത് ഗോഡൌൺ ആയിട്ട് കൂട്ടില്ല, അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് അർജന്റ് ആയിട്ട് അല്ലെ
ഗോഡൌൺ നമുക്ക് വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ വേറെ സ്ഥലത്തുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോവാം. ഓക്കെ. അവിടെ എന്താ? അവിടെ ജീൻസും പാൻസും കട്ടിയല്ല ഇപ്പോൾ കാണിച്ച ടോപ്പിനുള്ള അടിയിലേക്കുള്ള സാധനങ്ങൾ. ഇഷ്ടം പോലെ പാന്റിന്റെ വെറൈറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫ്ലോർ മൊത്തം പാന്റ് ബോട്ടം വരുന്ന സെക്ഷൻ ഒരുപാടുണ്ട്, ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പാന്റുകൾ പറയുമ്പോഴേക്ക് ഇങ്ങനെ പിടിച്ചു തുടങ്ങി. ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ? ഇത് പെലാസോ ആണ്. ഈ കാണുന്നത് ഫുൾ പലാസോ ലെഗിൻസ് പലതും പലതായ ടൈപ്പാണ് ഇത് വെച്ചാൽ. കൂടുതൽ പെലാസോ ഉണ്ട്, ബാഗി പാന്റ് ഉണ്ട്. ഇതും പലാസോ തന്നെയാണ്. ഒത്തിരി സെലക്ഷൻസ് ഉണ്ട് കണ്ടോ. പോക്കറ്റ് ഉള്ള ടൈപ്പാണ്. പോക്കറ്റ് ഉള്ളത് വേണോ? ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വേണോ? കണ്ടോ അതിന്റെ തന്നെ കണ്ടോ പല പല വെറൈറ്റീസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജീൻസിലേക്ക് പിടിക്കാം കേട്ടോ. ഇതും പലാസോയുടെ പല പല വെറൈറ്റീസ് ആണ്. അപ്പൊ എടുക്കുമ്പോ കളേഴ്സ് എങ്ങനെയാ വരാ? കളർ 10 കളർ ഉണ്ടാവും കൂടുതലും. അതും പകുതി തരും. അല്ല അത് സെറ്റ് ആയിട്ട് കൊടുക്കണം. പെലാസോ മുറിച്ചു കൊടുക്കില്ല കണ്ടോ. പലാസോ കൊടുക്കില്ല. ഇതൊക്കെ നമുക്ക് പുറത്തേക്കൊക്കെ ഇട്ട് പോണെങ്കിൽ പോവാം. ഡെയിലി വേറെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലിടാം. ഇതൊന്നും പുറത്തേക്ക് അല്ല വീട്ടിലിടെ ഇരിക്കാം. പുറത്തേക്ക് പോകാനുള്ളതാണ്. നല്ല അടിപൊളി കളക്ഷൻ. ക്രോപ്പ് നമ്മളവിടെ ഇത് കണ്ടില്ലേ ടോപ്സ്, അതിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഇതൊക്കെ പലാസോ കോഡ്രോയിൽ വരുന്നത്. വെസ്റ്റേൺ വെയറിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ഇതൊക്കെ പലാസോ ടൈപ്പിൽ പെടുന്നതാണ്. പിന്നെ ഇനി ഇതിലേക്ക് പിടിക്കാം അല്ലേ? വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ വൈസ് എല്ലാ തരം മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇമ്പോർട്ടഡ് ഫാബ്രിക് ഉണ്ട്, അല്ലാത്തത് ഉണ്ട്, നോർമൽ ആയിട്ടുള്ള ലെഗിൻസ് ഉണ്ട്, റയോൺ ഉണ്ട്, കോട്ടൺ ഉണ്ട്. ഇതൊക്കെ നോക്കി ഇതൊക്കെ നല്ല മിലിറ്ററി പ്രിന്റ് എന്ന് പറയും. നല്ല പ്രിന്റ് വരുന്നത് അല്ലേ? പിന്നെ അതിന്റെ ഒത്തിരി നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഒക്കെ നല്ല ഫാബ്രിക് അല്ലേ? ഇങ്ങനെ സൈസും ഉണ്ടാവില്ല. ഇത് സൈസസ് എങ്ങനെയാ വരുന്നത്? ഇത് സൈസ് എക്സൽ ആയിരിക്കും. ഫ്രീസ് കണ്ട ഇതൊക്കെ നല്ല നല്ല വലിയ ആൾക്കാർക്ക് വേണമെങ്കിൽ വലിയുന്ന. ഇതിങ്ങനെ വലിച്ചാൽ ഇങ്ങനെ വലിയുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രിന്റില് ഇത് ഒരു വേറൊരു മെറ്റീരിയൽ ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് കേട്ടോ. ചെക്ക് ഒക്കെ പെട്ടെന്ന് കാണിക്കാൻ കുറെ കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് സമയമായിട്ടുണ്ട്. പക്ഷെ ഇത്രയും സമയം പോയാലും നമ്മൾ കളക്ഷൻസ് നിർത്തിയിട്ടില്ല. എങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ്. മിഡി വന്നിട്ടുണ്ട്. റെഡ് വേണോ വൈറ്റ് വേണോ ഏത് വേണമെങ്കിലും എടുത്താ അങ്ങട് അല്ലേ? ഇതൊക്കെ ക്രിസ്മസ് സമയത്ത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കളേഴ്സുകളാവും കിട്ടാം മാറി മാറി. ഇത് വേറൊരു പലാസോ. ഇതൊക്കെ വലിയവർക്ക് യൂസ് ചെയ്യാം, ടീനേജുകാർക്കും യൂസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ നല്ല അടിപൊളി മിഡീസ് ഉണ്ട്. ഇനിയിപ്പോ മിഡീസിൽ തന്നെയല്ല ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞ ഫുൾ ആയിട്ടുള്ളതും തന്നെയല്ലേ സ്കേർട്ട്. നമുക്ക് ടോപ്പിന് പറ്റിയിട്ടുള്ള ഫോർമൽ പാൻസ്. അതെ വെൽവെറ്റില് പിന്നെ കൊറിയൻ പാന്റ് ഫോർമൽ. അയ്യോ എന്തോരം വെറൈറ്റീസ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ തപ്പി നടക്കായിരുന്നു. വെസ്റ്റേൺ വെയർ കണ്ടോ, സ്കേർട്ട്. ഇതിപ്പോ എന്താ പറയാ 80s 90s കാലഘട്ടത്തിലുള്ള ഐറ്റം ഇപ്പൊ വീണ്ടും ട്രെൻഡായി വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോ കുറച്ച് നാളത്തേക്ക് ഇത് പോയി കഴിഞ്ഞു, പിന്നെ വീണ്ടും ഇതിപ്പോ ട്രെൻഡായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്കേർട്ട്. ഇനി നമുക്ക് ഇതിൽ കാണിക്കാം ജീൻസ് ഡെനിമിന്റെ ജീൻസ് എടുത്ത ബാഗം ബിലാലേ. അങ്ങോട്ട് തിരിച്ചോ അങ്ങോട്ട്. ഓക്കെ പറഞ്ഞോ. 3 ബട്ടൺ ആംഗിൾ ലെങ്ത് ജീൻസ് ആണ്. പോക്കറ്റ് ഇല്ലാത്ത ബാഗ് എടുക്ക്. സ്പീഡാവ്. സൈസസ് ഒക്കെ എങ്ങനെയാ വരാ? 44 വരും 28 34 വരും. ബിഗ് സൈസ് വേറെ വരുന്നുണ്ട്. കാർഗോ ടൈപ്പ് ഇത് കണ്ടോ ഡിഫറെന്റ് ആണ്. ബാഗി വേണോ കാർഗോ വേണോ പാരഷൂട്ട് ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അതില് 2 പോക്കറ്റ് 4 പോക്കറ്റ് 6 പോക്കറ്റ് അങ്ങനെ കളേഴ്സ്. ഏത് കളേഴ്സ്? പിങ്ക് ഗ്രീൻ ഏത് മോഡൽ ഏത് കളേഴ്സ് വൈറ്റ് ഇഷ്ടംപോലെ. ഇനി ബേജ് കളർ വേണമെങ്കിൽ അതും ഉണ്ട്. ലൈറ്റ് ഗ്രീനില് സൈസസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരു എന്നൊക്കെ മോം ഫിറ്റ് ഉണ്ട്, ബാഗി ഉണ്ട്, പാരഷൂട്ട് ഉണ്ട്, ജോഗർ, മിലിറ്ററി. ഇതൊക്കെ ലേഡീസിനാട്ടോ. ജെന്റ്സുകാരും തിന്നു നോക്കിട്ട് ഒരു വെള്ളം ഇറക്കിട്ട് ഒരു കാര്യമില്ല. പെണ്ണുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാം. ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ സിംഗിൾ പീസിൽ ഇങ്ങോട്ട് വരായിരിക്കോട്ടോ. ഇത് കടക്കാര് മേടിച്ച് വെക്കാൻ ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഭംഗിയിൽ സുന്ദരിയായിട്ട് ഇങ്ങനെ നടക്കട്ടെ അല്ലേ?
ഇതാ ജീൻസിന്റെ വെറൈറ്റികള് ഒത്തിരി ഉണ്ട്, ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, പല കളേഴ്സ് പല മോഡൽസിലുണ്ട് കേട്ടോ. പിന്നെ ഷോർട്സും ഉണ്ട് കേട്ടോ. ഷോർട്സ് ഉണ്ട്. ഇത് നോക്കിയേ, ഇതാ ഇത് മോംഫിറ്റ് ആണ്. അടിയില് റിബ് വരുന്നുണ്ട് കേട്ടോ. അതെ, ഇത് നോക്കിയേ, ഇതൊരു വേറെ വെറൈറ്റി. ബാഗി ബ്ലാക്കിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ബ്ലാക്കും ഉണ്ട്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. അതെ, നല്ല ബ്ലാക്ക് ജോഗർ. ഓ ഡാർക്ക് ബോട്ടൽ ഗ്രീൻ ഷെയ്ഡ് കേട്ടോ. ഇതൊക്കെ നല്ല നല്ല ബോട്ടൽ ഗ്രീൻ ഷെയ്ഡ്, അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡ് വേണമെങ്കിൽ ഗ്രേ, ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, അങ്ങനെ അങ്ങനെ കളേഴ്സ്. ഇത് കൊറിയൻ പാന്റ്. ഇതിന്റെ ഇഷ്ടംപോലെ 10-12 കളറുകളുണ്ട്. കളേഴ്സ് ഇത് വരുന്നത്. വേറെ മോഡൽ മെറ്റീരിയൽ ആണ്. ആ മോംഫിറ്റ് ഇവിടെ മോംഫിറ്റ് ഇതാ മോംഫിറ്റ് ബാഗി പാന്റ് കളർ ഇതിന്റെ കളേഴ്സ്. പക്ഷെ ഇത് പാക്കറ്റിൽ എടുക്കണ കാരണം എങ്ങനെ കളേഴ്സ് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടാ. കളേഴ്സ് ഗ്രീനിൽ വരുന്നുണ്ട്, ബ്ലാക്കിൽ വരുന്നുണ്ട്. കളേഴ്സ് അങ്ങനെ നമുക്ക് എടുത്ത് 44 സൈസ് വരെ 44 സൈസ് വരെ ബാഗി പാന്റ് അവൈലബിൾ ആണ് കേട്ടോ. ബിഗ് സൈസ്. സ്ക്രാച്ച് ആയിട്ടുള്ളത്, സ്ക്രാച്ചസ്, പാച്ച് വർക്ക്, അങ്ങനെ അങ്ങനെ പല മോഡൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ഫ്ലോറിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്തേക്ക് അപ്പുറത്തുണ്ടായി ഗോഡൌൺ. നമുക്ക് ഇപ്പൊ അവര് വന്നിട്ട് കണ്ടാൽ മതി. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഓൾറെഡി 3/4 മണിക്കൂറിൽ മേലെയായി വീഡിയോ. നമുക്ക് കളക്ഷൻസ് കാണിക്കണം. ഗോഡൌൺ ഉണ്ടെന്നുള്ളത് അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഈ ഒരു സെക്ഷനിലും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അടുത്ത ഫ്ലോറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അടുത്ത ഫ്ലോറിൽ ഈ കാണുന്നതൊക്കെ ബോട്ടം ഈ ഒരു ഫ്ലോറിലും വെച്ചിട്ടുണ്ടല്ലേ. 3XL. ഓക്കെ, ഇവിടെ എന്താ സംഭവം? നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തന്നെയാണല്ലോ. ഫോട്ടോഷൂട്ടിനുള്ള ഇതാണ് ഇവിടെ അറേഞ്ച്മെന്റ്സ്. ഫോട്ടോഷൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫോട്ടോ മാനിക്യൂൻ വെച്ചിട്ടാണ് ചെയ്യണത്. മാനിക്യൂൻ വെച്ചിട്ട് ഇങ്ങനെ അവിടെ വെച്ചിട്ട്. ഓക്കെ, ആ ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. അല്ല, ഇപ്പൊ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എവിടെ ഇടും? നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. അങ്ങനെ പറയാം. അപ്പൊ നിങ്ങളൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നിലത്ത് പോയി പറഞ്ഞല്ലോ. ഏറ്റവും താഴത്തെ ഫ്ലോറിൽ പോയി പറയാം. താഴത്തെ അപ്പൊ അവിടെ എന്തൊക്കെ നടക്കുന്ന സ്റ്റാഫ്മാരും മര്യാദയ്ക്ക് പണിയെടുക്കണമെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, പോവാം. കസ്റ്റമേഴ്സിനെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. ജെസിക്ക അല്ലേ? ജസീന എന്റെ ബിഗ് ഫാനാന്ന് പറഞ്ഞേ. ഇവിടെ വാ, ഒരു ഹായ് പറയാം എന്തായാലും. അത് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വാ. കസ്റ്റമേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഒരു ഹായ് പറഞ്ഞ എന്തായാലും. അവൾക്ക് മുഖം കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കാണിച്ചത്. പക്ഷേ എന്നെ ഒരുക്കിയതൊക്കെ ആളാണ്. ഇനി നമ്മളെങ്ങനെ പോണത്? കസ്റ്റമറാണോ? ഒരു റിവ്യൂ പറയാൻ താല്പര്യം ഉണ്ടോ? കുഴപ്പമില്ല. ഓ, രക്ഷപ്പെട്ടു. എന്നാ പറയണ്ടേ, നിങ്ങൾക്ക് ഈ കടയിൽ വന്നിട്ട് നിങ്ങളുടെ ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? റേറ്റ് വൈസ് എങ്ങനെയാണ്? ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പിടിച്ചോളാം. റിലാക്സ് ആയിട്ട് പറഞ്ഞു. ഒരു പേടി വേണ്ട. അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട്, കുഴപ്പമില്ല. ഞാൻ പുള്ളിയുടെ പഴയ കസ്റ്റമറാണ്, മേളിയിരിക്കുമ്പോൾ തന്നെ എടുക്കുന്നതാണ്. എവിടെ സ്ഥലം? ഞാൻ തേക്കടി. എങ്ങനെ റേറ്റ് വൈസും ക്വാളിറ്റി ഒക്കെ? റേറ്റ് വൈസും കുഴപ്പമില്ല. അത്യാവശ്യം ചെറിയ മാർജിനിലാണ് സാധനം കിട്ടുന്നത്. കുഴപ്പമില്ല. വർഷങ്ങളായിട്ടുള്ള മാർക്കറ്റിലുള്ള ആളാണ്. അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റും. പേര് സെലക്ഷൻ ടെക്സ് എന്ന കടയുടെ പേര്. നമ്മുടെ പേരോ ചോദിച്ചത്. ആള് അതിന്റെ ഇടയിൽ ആളുടെ പ്രൊമോഷൻ നടത്തിട്ടോ. ഫൈസൽ എന്തായാലും കടയുടെ പേര് പറഞ്ഞു. എന്തായാലും ഇത് ഹോൾസെയിലാണ്. സെലക്ഷൻ ടെക്സ് സെലക്ഷൻ. അതേ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങള് വണ്ടിപ്പെരിയാർ. ഓക്കെ, താങ്ക് യു കേട്ടോ. നല്ലൊരു കസ്റ്റമറുടെ റിവ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ നടക്കണം? ഇനി നമ്മൾ പോണത് കിഡ്സ്. ഇതൊക്കെ കസ്റ്റമർ എടുത്ത് ഇതിന്റെ പേര് മറന്നുട്ടോ. ചാച്ചു, നീ എവിടെ പോയാലും ഉണ്ടല്ലോ. അല്ല, തൗഫിക്ക് ബംഗാളി. നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ടുണ്ടായിരുന്നു. ഇതിപ്പോ എന്തിട്ടാണ് ഈ സംഭവം? കസ്റ്റമർ എടുത്ത് വെച്ചാൽ ബണ്ടിലാക്കി അയക്കാനുള്ളതാണ്. ഓക്കെ, ഇത് ഫുൾ ബണ്ടല് കൊണ്ടുപോകാനുള്ളത്, ഇതും കൊണ്ടുപോകാനുള്ളത്. ഇങ്ങനെയാണ് നിങ്ങൾ ട്രോളിയിൽ ഇങ്ങനെ കൊണ്ടുപോകണത് അല്ലേ? ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവം? അത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, സൈസസ് പറഞ്ഞേ. സൈസ് 16 മുതൽ 16, 18, 20, 24 അങ്ങനെ വരും. 26 വരെ വരും. ഇത് ടോപ്പുകൾ മാത്രം. അതിന് ഒത്തിരി കണ്ട പെൺകുട്ടികൾക്കുള്ളത് ലേഡീസിന്റെ ടോപ്പ് മാത്രം. നിസ്സാര റേറ്റുള്ള നല്ല നല്ല കളക്ഷൻ ഉണ്ടാവും. നല്ല ഒത്തിരി ഡിഫറെന്റ് ഐറ്റം. അടുത്തുനിന്ന് അതിന്റെ വൈറ്റ് ക്രിസ്മസ് ആയിട്ട് കവറിനെടുത്ത് അതിന്റെ നോക്കിയേ വെറൈറ്റീസ്. വേഗം സ്പീഡിലൊക്കെ 2 പീസ് കോഡ്രോയ് ആ ഒരു ഇതില് വരുന്നത്. ഇമ്പോർട്ടഡ് ഫാബ്രിക്കില് തന്നെ ഫുൾ വരുന്നത്. ഇതും 2 പീസിന്റെ. കുട്ടികളൊക്കെ ഇടുമ്പോ എന്ത് രസമായിരിക്കും അല്ലേ? 2 പീസിന്റെ കളക്ഷൻസ്.
ഇത് നോക്കി, ഇത് നല്ല വേറൊരു ഫാബ്രിക് ആണ്. നോർമൽ ക്രോപ്പ് ഇല്ലാത്ത ടൈപ്പ്, നോർമൽ ടോപ്പ്, നോർമൽ ഹുഡീസ് ടൈപ്പ്. ഓ കണ്ടാ ഹുഡീസ് നല്ല വെറൈറ്റി ആണ്. പിന്നെ അതിന്റെ ജീൻസിന്റെ ഒക്കെ ഉണ്ട്. സ്പീഡാക്ക് ബംഗാളിയെ ജീൻസിന്റെ അടുത്ത് ജീൻസിന് ഇത് കിഡ്സിന്റെ കിഡ്സിന്റെ ഇത് 2 പീസ് ആണ് കേട്ടോ ഇത് വരുന്നത്. ജീൻസിന്റെ അടുത്ത് ഇതാ 2 പീസ്. ഇത് ക്രോപ്പ് ടോപ്പ് ആണെങ്കിൽ ക്രോപ്പ് ടോപ്പ് കുട്ടികൾക്കുള്ളത്. ഇതാ ഇത് ടോപ്പുകള്. ഇത് പാന്റോ 2 പീസിന്റെ കുറച്ചുകൂടി വലിയ സൈസ്. എത്ര സൈസ്? 20 സൈസ് വരിക? ഇല്ല, 16 സൈസ് മുതൽ 36 സൈസ് വരെ. 36 സൈസ് വരെ അവൈലബിൾ. ഇത് ഷോർട്സ്. അപ്പൊ ഇതിൽ എത്ര സൈസ്? ഇതിന്റെ സൈസ് ഇത് അതുപോലെ തന്നെ 18 16 മുതൽ വരും. സൈസ് വരും. ഇതിന്റെ ഒത്തിരി സെലക്ഷൻ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം കാണിക്കുന്നത്. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. വൈറ്റ് പാന്റ്, ഇത് കളേഴ്സ് ഇതിന്റെ തന്നെ. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് സൈസസ് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. ഇത് ഫുൾ ജീൻസിന്റെ സെക്ഷനാണ് വരുന്നത് അല്ലേ? ഓയ്യോടാ, ഇത് രസമായിരിക്കില്ല കുഞ്ഞു കുട്ടികൾക്ക്. അതേപോലെ തന്നെ ജീൻസിന്റെ വെറൈറ്റീസ് കാണുന്ന ഏറ്റവും വരെ ഫുൾ ജീൻസ് ആണല്ലേ? ഫുൾ ജീൻസ്. അതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. കാപ്രി 3/4 കുഞ്ഞ് ഷോർട്സ് ഒക്കെ പെൺകുട്ടികൾക്കാണെന്ന് മാത്രം കേട്ടോ. പിന്നത്തെ വെറൈറ്റി ഓ കുട്ടികൾക്കും ബാഗി ആയി തുടങ്ങിയില്ലേ? അതെ, കുട്ടികൾക്കും ബാഗി പാന്റ് ഇട്ടിട്ട് ചെത്തി നടക്കാം. ഡിഫറെന്റ് കളേഴ്സിലെ ഷോർട്സ് ഇതിൽ തന്നെ കേട്ടോ. 10-16 കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇത് മോം ഫിറ്റ് ജീൻസ് വേണം. ഇതിൽ നമുക്ക് വലിയവർക്ക് ലേഡീസിനുള്ള പോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ളതും വരുന്നുണ്ട്. ജോഗർ, പാരഷൂട്ട്, അങ്ങനെ എല്ലാം പാൻസിന്റെ എന്തൊക്കെ വലിയവർക്കുള്ളതൊക്കെ ചെറിയവർക്കും ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കളേഴ്സ് പാൻസിന്റെ ഇഷ്ടം പോലെ. ബാഗി പോക്കറ്റ് വരുന്നുണ്ട്. എത്ര? 4-6 പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് 2 ബട്ടൺ വരുന്നത്. കളേഴ്സുകള് ആഹാ, ഇത് കുറച്ചുകൂടി വലിയ സൈസാന്ന് തോന്നുന്നു. സൈസ് ഉണ്ട്. സൈസസ് 36 വരെ ഉണ്ട്. ഏത് കളേഴ്സ് വരണം. പിന്നെ ഈ ഇരിക്കണതൊക്കെ എന്തായിട്ടും വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ്. നൈറ്റ് വെയർസ് കുട്ടികൾക്ക് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ എല്ലാ സൈസും ഉണ്ടാവും. കുട്ടികൾക്കുള്ളത് ഡെയിലി വെയർ കളക്ഷൻ മുതൽ 3XL വരെ ഉണ്ട്. ജോഗർ ടൈഡ് ആ ഒരു പ്രിന്റിൽ പല പ്രിന്റിലും ബനിയൻ സ്റ്റെപ്പിലാണ്. ക്രോപ്പിലും വരും. അതിന്റെ ഒക്കെ വീട്ടിലിടാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് എടുക്കാം, പാന്റ് വേണമെങ്കിൽ പാന്റ് എടുക്കാം. ഒക്കെ ടീഷർട്ടുകളാണ് വരുന്നത് അല്ലേ? സർപ്ലസ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ കെട്ടായിട്ട് ഇങ്ങനെ എടുക്കണം അല്ലേ? ഇത് 10 ഡിഫറെന്റ് കളർ സെയിം സൈസിൽ 10 കളർ. ഇത് കുറച്ച് വലിയ ടീനേജുകാർക്കും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് തന്നെ കാപ്രി 3/4 ബിഗ് സൈസ് വീട്ടിലിടാൻ പറ്റിയത്. ഇതില് റോളായിട്ട് വരുന്നത് വലിയ സൈസ്. ഷോർട്സ് വേണമെങ്കിൽ ഷോർട്സ് ബിഗ് സൈസ്. നല്ല ഷോർട്സ് നല്ല. ഇത് തുണി കേട്ടില്ല, മൈക്കിന്റെ കയ്യിലാണ്. ഞാൻ തല്ലാനല്ല വരുന്നത്, നീ ഓടണമല്ല. ഹെവി മെറ്റീരിയൽ ചീപ്പ് റേറ്റ് ആണ്. അവൻ തല്ലാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഇത് ഫുൾ കാണുന്നത് മൊത്തം ലേഡി മറ്റേ കുട്ടികളുടെ കിഡ്സ് വരുന്ന സെക്ഷൻ ആണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇത്ര നല്ല നമുക്ക് വേണ്ടി ഈ ഒരു ഷർട്ടും കൂടി ഒന്ന് കാണിച്ചിട്ട് അവസാനിപ്പിക്കാം. അതാ നിങ്ങൾ കണ്ട, ഞാൻ കണ്ടുപിടിച്ചു, നിങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിലും. ഇത് കുറച്ച് വെറൈറ്റി അല്ലേ? എന്തോ ഉള്ളിൽ ബ്ലാക്ക് കണ്ടു. 2 പീസ് ആണ് കേട്ടോ. ഉള്ളിൽ ഒരു ജാക്കറ്റ് മോഡൽ വരുന്നുണ്ട്. കോട്ടായിട്ട് വേണമെങ്കിൽ കോട്ടായിട്ട് ഇടാം. 4 കളേഴ്സ് ഉണ്ട്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് കാണിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് വരുമോ? മറ ഈ കാണുന്നത് മൊത്തം പാന്റിന്റെ ഇഷ്ടം പോലെ സ്റ്റോക്കുകളാണ്. ഈ കാണുന്നത് മൊത്തം ഏത് മോഡൽ ഏത് ഡിസൈൻസ്, പക്ഷെ ഒക്കെ കെട്ട് 10-10 എടുക്കണം കേട്ടോ. ഇഷ്ടം പോലെ സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. ഇനിയും കളക്ഷൻസ് കാണണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വരാം. അപ്പോൾ വൈഫേ ഇങ്ങോട്ട് വാ, നമുക്ക് ബിലാലും ഇത്ര നേരം നമുക്ക് വേണ്ടിയിട്ട് കളക്ഷൻസ് കാണിച്ചു തന്നപ്പോൾ എല്ലാവരും മതി. ഇനി കളക്ഷൻസ് അവർ വന്നിട്ട് കാണാം. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞേ. ഇത് എറണാകുളം മാർക്കറ്റ് റോഡിൽ MNF ബിൽഡിങ്ങിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇത് എറണാകുളം മാർക്കറ്റ് റോഡിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ വഴിക്ക് നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും? മേനകയിൽ ബസ് ഇറങ്ങിയിട്ട് വരാൻ പറ്റും. പിന്നെ ഷേണേസിന്റെ അവിടെ നിന്ന് ബസ് ഇറങ്ങി MG റോഡ്, അതായത് MG റോഡിൽ നിന്ന് വരാൻ പറ്റും. പിന്നെ പത്മ അവിടെ നിന്ന് വരാൻ പറ്റും. ഷേണേസിന്റെ അവിടെ ബസ് ഇറങ്ങിയിട്ട്
കോൺവെന്റ് ജംഗ്ഷൻ വഴി വരാൻ പറ്റും. പിന്നെ പാർക്കിംഗ് സൗകര്യം താഴത്തുണ്ട് 56 വണ്ടികൾക്കോളം കാറുകൾക്കോളം മുകളിലുണ്ട് കാർ പാർക്കിംഗ്, താഴത്തുണ്ട് കാർ പാർക്കിംഗ്. ഇനി പുറത്ത് പെയ്ഡ് പാർക്കിങ്ങിന് ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. സാധാരണ മാർക്കറ്റിൽ പാർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ ഇഷ്യൂ സോൾവ് ആക്കിയിട്ടുണ്ട്. ഇവിടെ താഴത്തും മുകളിലായിട്ട് ഇഷ്ടം പോലെ വണ്ടികൾ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസും ലൊക്കേഷൻസും. ഇനി ബസ് വഴിക്ക് അല്ലെങ്കിൽ വണ്ടി വഴിക്ക് വരേണ്ട കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ ട്രെയിൻ വഴിക്ക് വരാണെങ്കിൽ എവിടെ ഇറങ്ങണം? സൗത്തിൽ ഇറങ്ങിയാലും നോർത്തിൽ ഇറങ്ങിയാലും എങ്ങനെ വന്നാലും ഹൃദയഭാഗത്താണല്ലോ മാർക്കറ്റ് ഇരിക്കുന്നത്. എങ്ങനെ വന്നാലും ഓരോ പോയിന്റ് ആണുള്ളത്. കുറെ പേര് ചോദിക്കുന്നുണ്ട് ഈ എറണാകുളം മാർക്കറ്റ് എവിടെയാണ്, എങ്ങനെ വരണം? നമ്മൾ ഇത്ര വീഡിയോസ് കണ്ടിന്യൂസ് ഒരു 3-3.5 കൊല്ലത്തോളമായി നമ്മൾ ഈ കണ്ടിന്യൂസ് എറണാകുളം മാർക്കറ്റ്. ചിലവരൊക്കെ പിന്നെയും ഇങ്ങനെ എങ്ങനെയാ വരാന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ട്രെയിൻ വഴിക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് സൗത്തും നോർത്തും, എറണാകുളം സൗത്തും എറണാകുളം നോർത്ത് ഏതിലിറങ്ങിയാലും കണക്കാണ്. നമുക്ക് ഇവിടെ എത്താൻ പറ്റും. നടുക്കിലായിട്ട് വരുന്നത്. ഇനി നമ്മൾ വണ്ടിയായിട്ടാണ് വരുന്നത്. വണ്ടിയായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എറണാകുളം മാർക്കറ്റിൽ നമുക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഒന്നുമില്ലെങ്കിൽ MNF ആർക്കേഡ് എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇവരെ കടയുടെ ടോപ്പ് കളക്ഷൻ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഡയറക്റ്റ് ഇവിടേക്ക് എത്താം. ഇല്ലെങ്കിൽ ഇപ്പം ബസ് വഴിക്കാൻ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് മേനക ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസ് ക്ലബ് റോഡ് വഴിക്ക് മാർക്കറ്റിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ എത്താൻ പറ്റും. ഇനിയിപ്പോൾ MG റോഡ് വഴിക്കാണെങ്കിൽ അവിടെ ബസ് ഇറങ്ങണ്ട, ഡയറക്റ്റ് ഇവിടേക്ക് തന്നെ ബസ് ഇറങ്ങണം. അതാകുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് അന്വേഷിക്കാൻ. ഇപ്പോൾ ഈ വണ്ടിയില്ലാത്തൊരു ബസ്സിൽ വരുമ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഡ്രൈവറെ അങ്ങോട്ട് എടുക്കുന്നു പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് എടുത്ത് ബസ്സിൻ്റെ റൂട്ട് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.